ഞങ്ങൾക്കൊരു പ്രത്യേകതയുള്ളത് ഞങ്ങളുടെ കയ്യിൽ ഫ്രിഡ്ജോ ഫ്രീസറോ ഇല്ല. നിങ്ങൾ ഈ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഐ മീൻ ഹൗ ഡെയർ യു? നീ ഏതാണ്? ഏത് നമ്മുടെ ഞാൻ ചെയ്യുന്ന എന്റെ ലൈവിൽ വന്നിട്ട് എന്നോട് ചെയ്യാണ് നീ ഏതാന്ന്? 10 മിനിറ്റ് ചാലഞ്ച് ചെയ്യാം. വാ പോവാ നിർത്തിക്കോ. റീസെൻ്റ്ലി കൊച്ചിയിലെ ഏറ്റവും ചർച്ചയായ ഒരു റെസ്റ്റോറൻറ്റ് ഹംഗ്രി മൃണാൾ. ഹംഗ്രി മൃണാളിൻ്റെ സാരഥി മൃണാൾ ദാസ് ആണ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മൃണാൾ ദാസ് പെട്ടെന്നൊരു ദിവസം കൊച്ചി പോലൊരു സിറ്റിയിൽ ഒരു ഹോട്ടൽ തുടങ്ങുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത, ആ പ്രത്യേകത കൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടു. പക്ഷേ താങ്കളോടുള്ള ഒരു മുൻ വിരോധം വെച്ച് അത് വളരെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടു. ആക്രമിച്ചില്ലേ? സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഹേറ്റ് ക്യാമ്പയിൻ പോലെ. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയല്ലേ, ഇതിൻ്റെ പുറത്ത് കുറേ പേര് വന്നിട്ട് ബഹളം വെച്ചിട്ട് പോയി എന്ന് വിചാരിക്കും. നിങ്ങളതൊന്നും കേൾക്കുന്നില്ല. അപ്പം അത് കേട്ട കുറച്ച് പേർ അവിടേക്ക് ഉണ്ടാവും. അവരെന്താ വിചാരിക്കുക? ഇയാൾ ഭീകരമായി ആക്രമിക്കപ്പെട്ടു. നിങ്ങളിത് വല്ലതും കേട്ടോ? ഇല്ല. നിങ്ങളിത് അറിഞ്ഞോ? ഇല്ല. അത്രയേ ഉള്ളൂ. നമ്മൾ ജോലി ചെയ്തു, നമ്മൾ നമ്മുടെ പണിയെടുത്ത് മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂകളുടെ ഒക്കെ അടിയിൽ ചില കമൻറ്റുകൾ, അതിൽ പ്രത്യേകിച്ച് രസമായിട്ട് തോന്നിയത് അതിനകത്തൊരെണ്ണം വന്നിരിക്കുന്നത്, ഒരു ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരമൊഴിച്ച് ബാക്കിയെല്ലാം പറയുന്ന ഒരാൾ. ബുദ്ധിയില്ലാത്തവരോട് സംസാരിക്കാൻ വലിയ പാടാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായോ? പൂർണ്ണമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നവർ ബുദ്ധിയില്ലാത്തവരെന്നാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഒരു ബുദ്ധിയില്ലാത്തവർ മാത്രമല്ല, 3-4 ടൈപ്പ് ആൾക്കാരുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഹൃദയപൂർവ്വം സിനിമ. ഇന്നലെ ഞാൻ എൻ്റെ ഭാര്യയോട് ഫോണിൽ ഗുഡ് നൈറ്റും പറഞ്ഞ് കിടക്കാൻ പോയത് രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ആക്ച്വലി ഉറക്കിയത് 3 മണിക്കാണ്. കാരണം ഞാൻ ചുമ്മാ എന്തോ ഒരാവശ്യമില്ലാതെ ലാപ്ടോപ്പ് എടുത്ത ഹൃദയപൂർവ്വം സിനിമ കിടക്കുന്നു ഇതിനകത്ത്, നമ്മുടെ OTT-യിൽ, ഹോട്ട്സ്റ്റാറിൽ. അപ്പം ഞാനത് വെറുതെ കണ്ട് തുടങ്ങിയപ്പോൾ പിന്നെ നിർത്താൻ പറ്റിയില്ല. മുഴുവൻ കണ്ടിട്ടേ കിടന്നത്. അതിനകത്ത് ഈ പെൺകുട്ടിയുടെ ക്യാരക്ടർ ഒരു തോക്കും എടുത്തിട്ട് ഒരു റൈഫിൾ ഷൂട്ടിംഗ് ക്ലബ്ബിൽ പോകുന്നുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നു, കുട്ടി പരാജയപ്പെടുകയാണ്. അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട്, ജീവിതത്തിൽ ചില തോൽവികളും ഉണ്ടാവും, ചില വിജയങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടി അതിൻ്റെ ഇടയിൽ മോഹൻലാൽ എന്നോട് പറയുന്നുണ്ട്, അവരിപ്പോൾ ഇവിടുത്തെ ഭയങ്കര ഷൂട്ടറാണ്, ഒരു സ്ത്രീ. അപ്പോൾ അവരുടെ ഭർത്താവ് ഭയങ്കര ടോക്സിക്കാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, എന്നെ ഒന്ന് എനിക്കൊരാളെ വെടിവെക്കണം എന്ന് തോന്നിയിട്ട്. അപ്പം അതാണ് അവരുടെ ബെസ്റ്റ് ഷൂട്ടർ ആവാനുള്ള മോട്ടിവേഷൻസ്. അതിനുള്ള സ്കില്ല് അവർക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവരെ ബേസിക്കലി അവരുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടൊരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളതിനെ ലൈഫിൽ ഡീൽ ചെയ്യണം, അല്ലേ? പക്ഷേ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഷൂട്ടിങ്ങിൽ ഉന്നത്തിൽ തീർക്കുന്നു. ദാറ്റ്സ് നൈസ്. ഐ ആം ഹാപ്പി ഫോർ ഹർ. ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ഒരു വ്ളോഗർ എന്ന നിലയിൽ എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലേ ഏറ്റവും പ്രധാനം. വിമർശിക്കുന്ന ആരാ? വിമർശിക്കുന്നതിന് ക്വാളിറ്റി വേണ്ടേ? എന്നാലും അത് നമ്മുടെ ഒരു റീച്ചാണ്. താല്പര്യമില്ല. നിങ്ങളുടെ റീച്ച് നോക്കിയിട്ടാണോ ഞാൻ ഈ പോഡ്കാസ്റ്റിന് വന്നത്? അല്ല, റീച്ച് നോക്കിയിട്ട് പോഡ്കാസ്റ്റിന് പോകാൻ പറ്റുമെങ്കിൽ എനിക്ക് പോകാൻ പറ്റുന്ന എത്ര പോഡ്കാസ്റ്റുകളുണ്ട് ഇവിടെ. ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്തോ? ഇല്ല. ഈ റീച്ച് എന്നൊക്കെ പറയുന്നത് 7 വർഷം മുമ്പ് എങ്ങനെയോ ഇത് ചെയ്തു തുടങ്ങിയതാണ്. ഇതെൻ്റെ ഹോബിയാണ്. ഞാനൊരു തമാശയ്ക്കാണ് അന്ന് ഇത് ചെയ്യുന്നത്, ഇന്നും ഇത് ചെയ്യുന്നത്. നിങ്ങളെന്നെ വിളിച്ചത് വളരെ മാന്യമായിട്ടും. നിങ്ങളെന്ത് ചോദ്യം ചോദിക്കുകയെന്ന് ഞാൻ അന്വേഷിച്ചോ? ഇല്ല. നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്തി ഹരാസ് ചെയ്യുമെന്ന് ഞാൻ അന്വേഷിച്ചോ? ഇല്ല. ഇവിടെ കുഴപ്പക്കാരായ ആൾക്കാരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചോ? ഞാനൊരു ഡ്രൈവറെ വിളിച്ചോ? ഐ മീൻ, എനിക്കെന്തായാലും ഡ്രൈവർമാരൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേ? അതെ. സോ ഒരു മുൻധാരണയില്ലാതെ ഞാനിവിടെ വന്ന് കയറി. ഞാൻ നിങ്ങളോട് ആകെ 2 കാര്യം ചോദിച്ചുള്ളൂ. എനിക്കൊന്ന് മുഖം കഴുകണം, എനിക്ക് ഒരു കാപ്പി വേണം. ആ കാപ്പിയെക്കുറിച്ച് പറയുമ്പോൾ, ആ കാപ്പിക്കൊരു എല്ലായിടത്തും പോയി ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ധാരാളം ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ
ഈ ഡയറ്റിനെ സംബന്ധിച്ച് പല ചോദ്യങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ കാണാറുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് മധുരമിടാതെ ആർക്കും കുടിക്കാൻ പറ്റാത്തൊരു എളുപ്പത്തിലുള്ള കാപ്പിയാണ്. ഇതിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ സമയത്തിനെ ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങളുടെ അല്ല, അയാളുടെ, ഇയാളുടെ, എല്ലാവരുടെയും സമയത്തിനെ ബഹുമാനിക്കുന്ന ആളാണ്. സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കമൻറ്റ് ചെയ്യുന്നവൻ എന്ത് യോഗ്യതയാണുള്ളത്, വിമർശിക്കുന്നവൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചോദിച്ചത്. നിങ്ങൾ നിങ്ങളുടെ സമയം എന്തിന് ചിലവാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ യോഗ്യത. നിങ്ങൾ ഒരു പ്രയോജനം ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർത്ത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ സമയം പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യോഗ്യതയില്ലാത്ത ആളാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാനത് നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയാനോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് പറയാനോ നിങ്ങൾ ഫോൺ ചെയ്ത് പറയാനോ ഒന്നും പോകുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടാണ്. ഇനി നിങ്ങളുടെ സമയത്തിന് എനിക്കൊരു വിലയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ജോലി ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു രാത്രി 3 മണിക്കാണ് ഞാൻ ഉറങ്ങിയതെന്ന്. രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ മിക്കവാറും എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനുള്ള ഡോസാണ് ഈ കാപ്പി കുടിക്കുമ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആവും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, പഞ്ചസാര എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. ഏറ്റവും ഒരാൾക്ക് കുടിക്കാൻ പറ്റാത്ത കടുപ്പത്തിൽ ചൂടുവെള്ളത്തിൽ പൊടിയിട്ടുള്ളൂ. നിങ്ങളെ സമയത്തിന് ഞാൻ ബഹുമാനിക്കണ്ടേ? നമുക്കെല്ലാവർക്കും ഈ ലോകത്തുള്ളത് ഒരേ ഒരു സാധനമാണ് ഈക്വലായിട്ട്. ലോകത്തെ സകല മനുഷ്യർക്കും, ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടിക്കും എല്ലാവർക്കും സമയം മാത്രമാണ് ഈക്വലായിട്ടുള്ളത്. അതാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. എനിക്ക് അവരോട് പരമ പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്കെതിരെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഈ നേടുന്നത്? വാട്ട് ആർ യു അച്ചീവിങ്? മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാളെ ദുരന്തമല്ലേ? നിങ്ങളുടെ നാളെ തീരുമാനിക്കുന്ന ആരാ? നമ്മളാണ്. സോറി, എലോൺ അല്ലേ? ലോകത്തെ എല്ലാവരും ഒറ്റക്കാണ്. എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട്. എനിക്ക് ഒരാവശ്യം വന്നാൽ ഞാനേ ഉള്ളൂ. അവർക്ക് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു സാധനം എടുത്ത് പൊക്കാൻ കൈ സഹായം ആർക്കെങ്കിലും ചെയ്യാം. അങ്ങനെയൊക്കെ അല്ലാതെ ഒരു മനുഷ്യൻ്റെ ഇൻഡിവിജ്വൽ ബാറ്റിൽസാണ് ലൈഫ്, അല്ലേ? അതെ. അതിൽ വേറെ ആർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ആർക്കും പറ്റില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ സമയം പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഒരു പാട്ട് ഇഷ്ടമാണ് ആ കമൻറ്റ് ചെയ്യുന്ന സമയം കൊണ്ട്. കമൻറ്റ് ചെയ്യുന്ന സമയം കൊണ്ടെന്ന് പറഞ്ഞാൽ പ്രയോജനമുള്ളൊരു കമൻ്റ് അല്ലെങ്കിൽ. അതെ, എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കമൻറ്റ് വായിക്കുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ ഈ ലൈവൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ കമൻറ്റ് കാണുമല്ലോ. നീ ഏതാണ്? ഏത്? ഞാൻ ചെയ്യുന്ന എൻ്റെ ലൈവിൽ വന്നിട്ട് എന്നോട് ചെയ്യുകയാണ് നീ ഏതാന്ന്. അതായത് എൻ്റെ പല്ല് സെറ്റ് വെച്ചിട്ട്, എൻ്റെ പല്ല് സെറ്റ് മോഷ്ടിച്ചെടുത്ത് അവൻ്റെ പല്ലിൽ വെച്ചിട്ട് അവൻ എന്നെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ അതിൽ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ അവൾ അതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എന്ത് വിചിത്രമാണത്. ഇതിൽ മറിയ ഷറപ്പോവനെ പൊങ്കാലിട്ടത് ഓർമ്മയുണ്ടോ മലയാളികൾ? അതെ, സച്ചിൻ ടെണ്ടുൽക്കർ. മറിയ ഷറപ്പോവ കരഞ്ഞ് കഷ്ടപ്പെട്ട് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയല്ലേ? ആൾക്കൂട്ട ആക്രമണ മെൻറ്റാലിറ്റി. അത് കാട്ടിൽ കഴുതപ്പുലികൾ ചെയ്യുന്ന സംഭവമാണ്. നമുക്ക് ബുദ്ധിയില്ലേ? വിശേഷ ബുദ്ധിയില്ലേ? മനുഷ്യനല്ലേ? ആണോ? മനുഷ്യനാണോ? മനുഷ്യനല്ലേ? സ്വയം ചോദിക്കണം. മനുഷ്യനല്ലേ? അതെ, ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് മറ്റേ സിദ്ദിഖയുടെ സിനിമയിൽ മറ്റേ പരിപാടി പോലെ അതിന് മുമ്പ് ചെപ്പയിലേക്കണ ചങ്ങാതിയിലുണ്ട്. ചെപ്പയിലേക്കണ ചങ്ങാതിയിലല്ല, മറ്റേ മുകേഷിൻ്റെ സിനിമയിൽ ഒരൊറ്റ അടിയാ. എന്നിട്ട് എന്താ പ്രശ്നം മാമുക്കോയ, ആ പരിപാടിയാണ് അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. ബാക്കി ആർക്കും എന്ത് പോയി. ഒരു ഫുഡ് ബ്ലോഗർ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് എന്നതിനപ്പുറത്തേക്ക് ആരാണ് ഈ മൃണാൽ ദാസ്? ആരുമല്ല, ഒന്നുമല്ല. ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ കിടന്ന് ചത്തുപോയെന്ന് വെച്ചോ,
എന്നെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ ആക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് പറ്റുമായിരിക്കും. ഐ ഡോണ്ട് നോ. കാരണം ഞാനിപ്പോൾ ഇവിടെ കിടന്ന് വെള്ളം കഷ്ടപ്പെട്ട് നിലവിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ മറ്റേ ഈ പണ്ട് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ദൂരദർശൻ കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വയലിൻ വായിക്കുമായിരുന്നു. വേറെ ഇപ്പം പുതിയ വേർഷൻ ഉണ്ടാവുമായിരിക്കും. അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മാന്യതയുള്ള ആൾക്കാരാണ്, നിങ്ങളത് ചെയ്യില്ല. അല്ലെങ്കിൽ ചെയ്യുമായിരിക്കും, അതെന്തെങ്കിലും ആവട്ടെ. ഇവിടെ കിടന്ന് ചത്തുപോയെന്ന് വെച്ചോ, എന്ത് സംഭവിക്കും? എന്നെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, അവർ വിഷമിക്കും. എത്ര ദിവസം വിഷമിക്കും? കുറച്ച് ദിവസം. എന്നിട്ട് എൻ്റെ പിറന്നാൾ വരും, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ദിവസം വരും, അല്ലെങ്കിൽ എന്നെ ഓർമ്മിക്കാനുള്ള ഏതെങ്കിലും ദിവസം വരും, അന്ന് അവർ ഓർമ്മിക്കും. അതിനപ്പുറത്ത് ഒന്നും സംഭവിക്കാനില്ല. എൻ്റെ ചെറുപ്പത്തിൽ പത്രങ്ങൾ വാരാന്ത പതിപ്പ്, അപ്പോൾ വാരാന്ത പതിപ്പിൻ്റെ അവസാനം ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാവും. സിനിമകളെ കുറിച്ചിട്ടാണ്. ഇന്ന സിനിമ, ഇന്ന ആൾ ഡയറക്ടർ, ഇന്ന ആളാണ് അതിലെ ടെക്നീഷ്യൻ, ഇന്ന ആൾക്കാർ അഭിനയിക്കുന്നു. ഈ ചരമക്കോളത്തിൽ ഇന്നത്തെ കാലത്ത് അന്ന് എഴുതി വന്നുകൊണ്ടിരുന്നു. ഇപ്പം അത് പത്രത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ കാലത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത് അറിയോ? അത് വായിച്ചിട്ട് ഏത് സിനിമയിലെ ജഗതി ശ്രീകുമാർ ഇല്ലാത്തത് നോക്കും. 10-30 ഉണ്ടാവും ഇത്, ഈ സാധനം ചില ദിവസങ്ങളിൽ. ഈ 30 എണ്ണത്തിന് ചിലപ്പോൾ ജഗതി ശ്രീകുമാർ ഉണ്ടാവും. ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാലഘട്ടമാണ് ഞാൻ പറയുന്ന. ഒരു മാസമോ അല്ലെങ്കിൽ ഒരു കൊല്ലമോ ഒന്നുമല്ല, അത്രയും കാലം ഇറങ്ങിയിരുന്ന കാലം മുഴുവൻ എല്ലാ സിനിമകളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അതെ. ആ ജഗതി ശ്രീകുമാർ ഒരു ദിവസം ഒരു മൊമെൻറ്റിലാണ് ഡിപ്പാർട്ട് ചെയ്യുന്നത്. നമ്മൾ അദ്ദേഹത്തിന് ഓർക്കുന്നുണ്ടോ? അപകടശേഷം വിശ്രമത്തിലാണ്. നമ്മൾ അദ്ദേഹത്തിന് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. ആരുടെങ്കിലും അദ്ദേഹം പോലും നമ്മുടെ തെറ്റാണതെന്ന് പറയില്ല. അതാണ് ജീവിതം. ഒരു ലൈം ലൈറ്റിൽ നിന്ന് പെട്ടെന്നൊരു അപ്രത്യക്ഷമാകുന്നൊരവസ്ഥ, അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറത്ത് എന്ത് ജീവിതമാണുള്ളത്? തീർച്ചയായും. അപ്പോൾ ഇത് ഞാൻ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റേ ശങ്കരനും ബുദ്ധനും ചോദിച്ച അതേ ചോദ്യം പറഞ്ഞ് ബൈ പ്രൊഫഷൻസി. അതാണ് അടുത്ത തമാശ. ഈ പ്രൊഫഷണലി നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെയും കൂടെ സക്സസ്സാണ്. ഇപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഈ സക്സസ് എൻ്റെ മേലെ ചിലപ്പോൾ അടിച്ചേൽപ്പിക്കും. ഇന്നിപ്പോൾ അവിടെ ബിരിയാണി കഴിച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നുവരെ കഴിച്ച ഏറ്റവും നല്ല ബിരിയാണി മെൽബണിയിൽ നിന്ന് വന്നൊരു കപ്പിളുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇന്ന് എന്നോട് നേരിട്ട്, ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് വരുന്നത്, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ല ബിരിയാണി ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. അപ്പോൾ ആ സക്സസ് എൻ്റെ മുകളിലാണ് അവരല്ലേ ചൊരിയുന്നത്. അതെൻ്റെ സക്സസ് ആണോ? അല്ല, അവിടെയുള്ള കൂട്ടായ ഒരു പരിശ്രമമാണ് അല്ലേ? അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എന്തോ കാരണം കൊണ്ട് സജീവമായതുകൊണ്ട് ഈ വിജയം എൻ്റെ മേൽ ആരോപിക്കപ്പെടുന്നു. പക്ഷെ ആത്യന്തികമായിട്ട് താങ്കളുടെ ഹോട്ടലാണ്, ആയിക്കോട്ടെ. പക്ഷെ ഇറ്റ്സ് ഓൾ എ ടീം വർക്ക്. ഇവരെല്ലാവരും നാളെ ഇല്ലെങ്കിൽ താനിത് പൂട്ടിയിടുവോടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൂട്ടിയിടില്ലായിരിക്കും, എനിക്കറിയില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഓരോരാളും അവരവരുടെ റോള് ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോഴാണ് അത് നടക്കുന്നത്. എന്തിന് ഞാൻ ഡയറക്റ്റ്ലി കാണാത്ത, അതായത് ഡയറക്റ്റ്ലി എൻ്റെ കൂടെ ജോലി ചെയ്യാത്ത എത്രയോ പേര്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ കോഴി വാങ്ങുന്നൊരു കമ്പനിയുണ്ട്. ഞങ്ങൾക്കൊരു പ്രത്യേകതയുള്ളത്, ഞങ്ങളുടെ കയ്യിൽ ഫ്രിഡ്ജോ ഫ്രീസറോ ഇല്ല. ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം ഈ വല്ല വെള്ളം തണുപ്പിക്കാനോ കുപ്പി വെള്ളം തണുപ്പിക്കാനോ പാല് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് സൂക്ഷിക്കാൻ, അങ്ങനെ എന്തെങ്കിലും പച്ചക്കറി കേടായി പോകുന്ന മഴക്കാലത്തൊന്നും വേണ്ടി വരില്ല, പക്ഷേ വേനൽക്കാലത്ത് വേണ്ടി വരുമല്ലോ. ഫ്രീസർ ഉപയോഗിക്കുന്നത് പാല് തണുപ്പിക്കാനാണ്, ഈ മറ്റേ ഈ ഷെയ്ക്ക് ഉണ്ടാക്കണ്ടേ. വേറെ ഞങ്ങൾക്ക് ഫ്രിഡ്ജോ ഫ്രീസറോ ഇല്ല. ഈ ചിക്കൻ കമ്പനിക്കാർ രാവിലെ ഞങ്ങൾക്ക് കോഴി കൊണ്ടുതരണം. ഓരോ ബാച്ച് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും റീ ഓർഡറാണ്. കാരണം ഞങ്ങൾക്കിത് എവിടെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല ഈ പച്ച ഇറച്ചി. അവർ സഹകരിച്ചില്ലെങ്കിൽ ബിരിയാണി ഉണ്ടാവുമോ? ഇല്ല. ലോകത്തിലെ ഏറ്റവും നല്ല ബിരിയാണി ഷെഫും അയാളുടെ അസിസ്റ്റൻസും സൂഷെഫ് അത് ഇതെല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഇയാൾ കൊണ്ടുതരണ്ടേ? അയാൾ കൃത്യമായിട്ട് മുറിച്ചിട്ട് കൊണ്ടുതരണ്ടേ? വേണ്ടേ? ഇപ്പം ക്ലീനിങ് മെറ്റീരിയൽ തരുന്ന ഒരാൾ, ആ ക്ലീനിങ് മെറ്റീരിയൽ തരുന്ന ഒരാൾ
കറക്റ്റായിട്ട് സാധനങ്ങൾ ഇപ്പം ഈയിടെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ ഒരു ക്ലീനിങ് മെറ്റീരിയൽ സപ്ലയർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പെട്ടെന്ന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അന്നത്തെ ദിവസം റെസ്റ്റോറൻറ്റിൽ ഹാൻഡ് വാഷ് ഇല്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കൈ കഴുകാൻ നേരത്ത് നിങ്ങൾക്ക് ഹാൻഡ് വാഷ് ഇല്ല. ഒരു ദിവസം എന്തായാലും എത്ര പേര് റെസ്റ്റോറൻറ്റിൽ വരും? 100 കണക്കിന് പേര് വരില്ലേ? 100 കണക്കിന് പേര് അന്ന് ഹാൻഡ് വാഷ് ഇല്ല. സംഭവം ആലോചിച്ച് നോക്കുമ്പോൾ നിസ്സാര കാര്യമല്ലേ? അതെ. അപ്പം ഈ സക്സസ് എൻ്റെ മേലെ ആരോപിക്കുകയാണ്. ഞാനത് ക്ലെയിം ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ ആകെ ചെയ്യുന്ന ജോലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കസ്റ്റമറുടെ വീട്ടിൽ പോയി സോറി പറയലാണ്. ഞാൻ ഒരുപാട് അങ്ങനെ എത്ര പേരുടെ വീട്ടിൽ പോയിട്ടുണ്ട്? ധാരാളം. അതായത് ബിരിയാണിയുടെ ഉപ്പിൻ്റെ പ്രശ്നം. ഒരു തവണ ഷെഫ് ബിരിയാണിയിൽ ഉപ്പിട്ടു. സാധാരണ ബിരിയാണിയിൽ ഷെഫല്ല ഉപ്പിടുക, അസിസ്റ്റൻ്റാണ് ഉപ്പിടുക. അപ്പോൾ ഈ അസിസ്റ്റൻറ്റിനെ അയാൾ കുറച്ച് നേരത്തേക്ക് മാറിയപ്പോൾ ഷെഫ് ഉപ്പിട്ടു, ഇതറിയാതെ മറ്റേ ആൾ ഉപ്പിട്ടു. അപ്പോൾ ബിരിയാണിയിൽ ഉപ്പ് കൂടി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്വിഗ്ഗി സൊമാറ്റോ ഓർഡേഴ്സ് ഉണ്ടല്ലോ, അപ്പം 4 ഓർഡർ പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇത് ദമ്മ് പൊട്ടിച്ചിത് പാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഈ ഡെലിവറി ബോയ്സ് വെയിറ്റ് ചെയ്യുമല്ലോ, ഒരു ടൈംലി പരിപാടിയല്ലേ. അപ്പോൾ ദമ്മ് പൊട്ടിച്ച ഉടനെ പിള്ളേരിത് പാക്ക് ചെയ്തെങ്കിൽ 4 ഓർഡർ കൊടുത്തയച്ച അതിന് ശേഷമാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഉപ്പ് കൂടുതൽ. ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കിത് റീകോൾ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ കയ്യിൽ കസ്റ്റമർ നമ്പറില്ല. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും നമുക്ക് കസ്റ്റമറുടെ അഡ്രസ്സോ നമ്പറോ കിട്ടില്ല. അത് അവരുടെ കയ്യിലേ ഉള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ടൊരു വീഡിയോ ഇട്ടു. ഞങ്ങൾ 4 ഓർഡേഴ്സ് കൊടുത്തയച്ചിട്ടുണ്ട്, ആരാന്ന് വെച്ചാൽ ഒന്ന് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ പറഞ്ഞു. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണ്ടേ? അയ്യോ, ബിരിയാണി ദമ്മിടല്ലേ? അല്ല, ഇതൊരു പുറത്തേക്ക് കൊടുത്തു വിടുമ്പോൾ ചെയ്യണമായിരുന്നു. അതാണ് അബദ്ധം എന്ന് പറയുന്നത്. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ അബദ്ധം പറ്റുമോ? ഇല്ല. അതുകൊണ്ടല്ലേ അബദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ സോറി പറയേണ്ടി വരുന്നത്. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ എല്ലാവരും വീട്ടിൽ പോയി സോറി പറഞ്ഞു. 4 പേരുടെ വീട്ടിൽ ഇല്ല, ഒരാൾ കോണ്ടാക്ട് ചെയ്തില്ല. ഒരാൾ കോണ്ടാക്ട് ചെയ്തേ ഇല്ല. അയാൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. അയാളങ്ങനെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊന്നും കാണുന്നില്ലല്ലോ. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സാരമില്ല എന്ന് പറഞ്ഞു. 2 പേരുടെ വീട്ടിൽ പോയി. അതുപോലെ അങ്ങനെ പല പല കാര്യങ്ങൾക്ക് നിസ്സാര കാര്യമെന്ന് ചിലപ്പോൾ ഒരാൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ എനിക്കത് നിസ്സാര കാര്യമല്ല. എത്രയോ വീട്ടിൽ പോയിട്ടുണ്ട്. എത്രയോ വീട്ടിൽ മാത്രമല്ല, ചില റെസ്റ്റോറൻറ്റിൽ കാണാൻ വരാറുണ്ട്. അതായത് ഈ ട്രെയിൻ പാളം തെറ്റുമ്പോൾ, ആളുകൾ മരിക്കുമ്പോൾ റെയിൽവേ മന്ത്രി രാജിവെക്കുമായിരുന്നു പണ്ട്. ഇന്നിപ്പോൾ അങ്ങനത്തെ മന്ത്രിമാരൊന്നും ഉണ്ടെന്ന് തോന്നില്ല. അത് ആ ഒരു മോറൽ, നമ്മുടെ ഒരു ആത്മാർത്ഥതയാണ് ആ ചെയ്യുന്ന, നമ്മുടെ ഒരു കടമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ക്രെഡിറ്റ് നമ്മളുടെ തലയിൽ ആരോപിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, ഒരാളൊന്നുമല്ല. ഇപ്പോൾ ഒരു ലൈം സോഡ മോശമാവാൻ ആ സോഡ സപ്ലയറുടെ ഡ്രൈവർ വിചാരിച്ചാൽ മതി. കാരണം ഇപ്പോൾ ഒരു കേസ് സോഡയുള്ളതെന്ന് വെച്ചോ, അയാൾ വളരെ കുലുക്കി ഭയങ്കര അങ്ങനെയാണ് വണ്ടി ഓടിച്ചതെന്ന് വെച്ചോ, അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഗ്യാസൊന്നും ബാക്കി ഉണ്ടാവില്ല, അത് തെറിച്ചു അല്ലേ? അതെ, അതങ്ങനെയാണത്. അത് എല്ലാവരും കൂടെ ശ്രമിക്കണം. ഇന്നും ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടുണ്ട്, ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു. ഡാൽഡ ബിരിയാണി, നെയ്യൊഴിച്ച ബിരിയാണി. അതെന്താണ് ഈ കൊച്ചിയിലെ ബാക്കി ഹോട്ടലിലെല്ലാം ഡാൽഡയാണോ? കൊച്ചിയിൽ മാത്രം. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ് ഈ കാര്യത്തിൽ. നിങ്ങളിത് കാണുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിവിടെ ഇന്ന് ഈ പോഡ്കാസ്റ്റിന് ഇന്ന് ചെയ്യാമെന്ന് പറയാനുള്ള പ്രധാന കാരണം എൻ്റെ ശ്രദ്ധ അതിൽ നിന്ന് കുറച്ച് നേരത്തേക്കെങ്കിലും മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. അതായത് ഒരു 10 ദിവസം മുമ്പ് ആണ് ഈ ഒരു കാര്യം എന്നോടൊരു മേജർ റെസ്റ്റോറൻറ്റ് ചെയിൻ്റെ ഷെഫ് പറയുന്നത്. അദ്ദേഹം കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പേര് കേട്ട റെസ്റ്റോറൻറ്റുകളിൽ ഒന്നിനു വേണ്ടിയിട്ടാണ്, അറ്റ്ലീസ്റ്റ് കൊച്ചിയിലെങ്കിലും. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ വെളിച്ചെണ്ണ കേരള
കേരള രീതിയിലുള്ള കറികളിലെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ചൈനീസ് കറികളിൽ അല്ലെങ്കിൽ ഒരു മുട്ട ബജ്ജി നമുക്ക് വെളിച്ചെണ്ണ പൊരിക്കാൻ പറ്റില്ല. കാരണം അത് കേരള സ്നാക്കല്ല. അപ്പോൾ കേരള രീതിയിലുള്ള ഭക്ഷണത്തിനാണ് നമ്മൾ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ബഹുഭൂരിഭാഗവും കേരള ഭക്ഷണമാണ്. ചൈനീസ് ഭക്ഷണം വളരെ കുറച്ചുണ്ട് എന്നല്ലാതെ ബാക്കിയെല്ലാം കേരള ഭക്ഷണമാണ്. പിന്നെ സ്നാക്കുകളുണ്ട്, കേരള അല്ലാത്ത സ്നാക്കുകളുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് 5 മാസമായി. പകരം എന്താണ് ഉപയോഗിക്കുന്നത്? ഏറ്റവും വില കുറഞ്ഞ ഓയിൽ. വെളിച്ചെണ്ണയ്ക്ക് 480 രൂപ വരെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 480. അതിന് ഗ്രേഡ് ഉണ്ട്. ഒരു ഗ്രേഡ് ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അല്ല പിന്നെ ഇല്ല, ഈ പാക്കിങ്ങിൽ ഇത്തരത്തിൽ ശുദ്ധമായ 100% ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാണ് വിപണിയിൽ ഇറങ്ങുന്നത്. അത് തട്ടിപ്പാണ്. അത് ഒരു ശുദ്ധമായ വെളിച്ചെണ്ണയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ടെക്നിക്കലി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ FSSAI ഒരു ടെസ്റ്റിംഗ് സെറ്റപ്പ് ഉണ്ട്. ആ ടെസ്റ്റിംഗ് സെറ്റപ്പിനെ ബ്രേക്ക് ചെയ്യാൻ ഞാൻ ഈ പരിപാടി പിന്നെ കാങ്കയം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് എന്നെ അരിവാളം കൊണ്ട് ആളുകൾ വെട്ടാൻ വന്നിട്ടുണ്ട് പണ്ടൊരു വീഡിയോ ചെയ്തിട്ട്. ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. സൾഫർ ചേർക്കുന്ന കൊപ്രയുടെ കഥ. അതിന് മുമ്പ് ശേഷം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അതിന് മുമ്പ് ആരും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോയെ യൂട്യൂബിൽ കിട്ടാണ്ടായിരുന്നില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 2 പാർട്ടായിട്ട് ചെയ്ത വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലതും ക്ലെയിം ചെയ്യാം. ടെക്നിക്കലി നല്ലൊരു വക്കീലും നന്നായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെ അപഗ്രഥിക്കാൻ. ഗവൺമെൻറ് എപ്പോഴും നിയമം ഉണ്ടാക്കുന്നത് നമ്മളെ സംരക്ഷിക്കാനാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരലാണ് ഗവൺമെൻറ്റിൻ്റെ പണി. ഇന്ത്യ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും കൊച്ചി കോർപ്പറേഷൻ ആയാലും ഇവരൊക്കെയാണല്ലോ നമ്മുടെ ഗവേണിംഗ് ബോഡികൾ കൊച്ചിയിൽ കച്ചവടം ചെയ്യുമ്പോൾ. എല്ലാവരും ഇതിന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഉദ്യോഗസ്ഥർ FSSAIയുടെ ഉദ്യോഗസ്ഥരാണ്. കേരള ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ കാണുന്ന ഉദ്യോഗസ്ഥരുണ്ട്. കൊച്ചി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഈ പണ്ടത്തെ കഥയൊന്നുമല്ല. ഇവരങ്ങനെ ഭയങ്കര അഴിമതിക്ക് കൂട്ടു നിൽക്കുക. മറ്റേ പിന്നെ സിനിമയിൽ കാണുന്ന പോലത്തെ ഇന്നത്തെ സിനിമയിൽ അങ്ങനത്തെ സാധനങ്ങളില്ല, പണ്ടത്തെ സിനിമയിലാണ് ഉള്ളത്. ഇവരൊക്കെ വളരെ വളരെ ആത്മാർത്ഥതയുള്ള ആളുകളായിട്ട് എല്ലാവരെയും ഞാൻ സർട്ടിഫൈ ചെയ്യല്ല കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ പേരെ. എൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. എന്തൊരു ഹെൽപ്പാണ് അതെന്നറിയോ? കാരണം നമ്മൾ ഡെയിലി പോകുന്നൊരു സ്ഥലത്ത് നമ്മൾ ഡെയിലി കാണുകയല്ലേ, നമ്മൾ പലതും ശ്രദ്ധിക്കില്ല. പുറത്തുനിന്ന് ഒരാൾ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പം ഞാൻ അവരോട് ഇവർ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല. ഞാൻ എൻ്റെ മാനേജേഴ്സിനോടൊക്കെ അതാ പറയാറ്. എത്ര തവണ വരാൻ പറ്റുമോ അത്രയും തവണ വരാൻ അവരോട് പറയണം. അവർ വന്നിട്ട് ചിലപ്പോൾ പിന്നെ അത് ശരിയല്ല എന്നിട്ട് 5000 രൂപയല്ല ഇവിടുത്തെ പ്രശ്നം. ഇമ്പ്രൂവ്മെൻ്റാണ് പ്രശ്നം. ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ ഒരു കാലത്തും ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പെർഫെക്റ്റായിട്ട് ആരുമില്ല. അത് പണ്ട് മറ്റേ ഹാജിക്ക പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ദൈവവും നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലല്ലോ. ഇതെന്ന് പറയുന്നത് ഒരു ജേണിയാണ്. നമ്മൾ ആ ജേണീനെയാണ് എൻജോയ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നാളെ സയൻസ് തെറ്റാന്ന് പറയുമോ നമുക്കറിയില്ല. വി ഡോണ്ട് നോ. അപ്പം ഇന്ന് നമ്മൾ ശരിയാണെന്ന് ഉത്തമമായിട്ട് വിശ്വസിക്കുന്ന എക്സ്പേർട്സ് പറയുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ പലതരം വെളിച്ചെണ്ണ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ആരോഗ്യത്തിന് നല്ല വെളിച്ചെണ്ണ ഒന്നേ ഉള്ളൂ, ഒരെണ്ണം. ആ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് ഈ പറയുന്ന 450 രൂപയ്ക്ക് 1 ലിറ്ററിന് വെളിച്ചെണ്ണ തരുന്ന ആൾ കുഴപ്പക്കാരനാണ്. അതും ഞങ്ങൾക്ക് അറിയില്ല. അറിയോ? വിശ്വാസമാണ്. അത്രയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ തലശ്ശേരി ഭാഗത്തുനിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിച്ചിരുന്നു. ഗംഭീര വെളിച്ചെണ്ണയാണ്. വില ഭീകരമായിട്ട് കൂടിയപ്പോൾ പേയ്മെൻറ്റ്സ് പെൻഡിങ് ആവാൻ തുടങ്ങി. കാരണം വെളിച്ചെണ്ണയുടെ വില കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ സാമ്പാറിൻ്റെയും കൂട്ടുകറിയുടെയും വില കൂട്ടാൻ പറ്റണ്ടേ. അദ്ദേഹത്തിൻ്റെ ഫൈനൽ പേയ്മെൻറ്റ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണ് സെറ്റിൽ ചെയ്തത്. വരുമാനത്തിനനുസരിച്ചല്ലേ കൊടുത്തു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ദയനീയ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ കസ്റ്റമേഴ്സ് പലപ്പോഴും വിചാരിക്കുന്നത് പല സ്ഥലത്തും നല്ല വെളിച്ചെണ്ണയും നല്ല പോട്ടെ ബിരിയാണിയും വെളിച്ചെണ്ണയൊക്കെ വിടും.
നെയ്ച്ചോറിൽ എന്താ സുഹൃത്തെ ഉപയോഗിക്കേണ്ടത്? നെയ്യാണോ വനസ്പതിയാണോ? എന്താണ് നെയ്ച്ചോറ് കൊച്ചിയിൽ ഉപയോഗിക്കേണ്ടത്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് അല്ല, നിങ്ങൾ പറയൂ, നിങ്ങളൊരു കസ്റ്റമർ, നെയ്യാണ് നെയ്ച്ചോറിൽ ആത്യന്തികമായിട്ട് നിങ്ങൾ വേണ്ട നെയ്ച്ചോറിൽ എന്ത് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത്? നെയ്ച്ചോറിൽ നെയ്യാണ്. അല്ലേ? ആണേ. ആണ്. ഇവിടെ എല്ലാ ദിവസവും 100 കണക്കിന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ ഞാൻ ചോദിച്ചു. നെയ്ച്ചോറല്ല, നെയ്യല്ല. ഡാൽഡ എന്ന് പറയും. ഈ ഡാൽഡ എന്ന് പറയുന്നതിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ, ഇവർ പലരും ഡാൽഡ അല്ല ഉപയോഗിക്കും. ഡാൽഡ ഒരു ബ്രാൻഡ് നെയിമാണ്. അതായത് അജിനമോട്ടോ എന്ന് പറയുന്ന പോലെ. അജിനമോട്ടോ ഒരു ജാപ്പനീസ് കമ്പനിയാണ്. MSG എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര്. പ്രൊഡക്റ്റിൻ്റെ പേര് ഇവിടെ വനസ്പതിയാണ്. നമ്മൾ ഡാൽഡ എന്ന് വിളിക്കും, ഉജാല എന്ന് വിളിക്കുന്ന പോലെ അല്ലേ. നീലം ആണല്ലോ പ്രൊഡക്റ്റ്, ഉജാല ബ്രാൻഡ് നെയിമാണ്. അല്ലെങ്കിൽ ഫെവിക്കോൾ എന്ന് വിളിക്കുന്ന പോലെ അല്ലേ. പശയാണല്ലോ സാധനം, നമ്മൾ ഫെവിക്കോൾ അത് ആ ബ്രാൻഡിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രെങ്ത് ആണത്. അതെ. അപ്പോൾ ഈ ഡാൽഡ തന്നെ മുമ്പ് ഒരു തവണ എന്നെ ഈ ഡാൽഡയുടെ ആൾക്കാർ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഒരു പരസ്യം ചെയ്യാൻ. നമ്മൾ അതായത് ഏറ്റവും വലിയ വനസ്പതിയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഹൃദയാരോഗ്യമാണ്. അപ്പോൾ അതിനെ ബെറ്റർ ആക്കുന്ന രീതിയിൽ എന്തൊക്കെയോ അവർ ചെയ്തു എന്ന്. ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയില്ല, അധികം പെർസ്യൂ ചെയ്തില്ല. എന്തോ അന്നത്തെ കാലം അത് നടന്നില്ല. എനിക്കത് ചെയ്യാൻ ഉണ്ടായിട്ടായിരുന്നില്ല. പക്ഷെ ഞാനത് അത് നടന്നില്ല. പിന്നെ അവർക്കൊരു വീഡിയോ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേ കാലം മുമ്പാണ്. ഈ റെസ്റ്റോറൻറ്റ് അന്നേരം ഇല്ല. എനിവേ, അപ്പോൾ ഇതിലെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്ത് പ്രതീക്ഷിക്കുന്നു എന്നാണ്. നിങ്ങളൊരു പൊറോട്ട വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് നെയ്യൊന്നും അല്ല ഉള്ളതെന്ന്. അത് സിഗരറ്റ് വലിക്കുന്ന പോലെയാണ്. അതായത് ആരോഗ്യത്തിന് ഹാനികരമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ സിഗരറ്റ് വലിക്കുന്ന ഓരോ മലയാളിയും സിഗരറ്റ് വലിക്കുന്നത് അല്ലേ. അതെ. അതുപോലെ തന്നെയാണ് പൊറോട്ട കഴിക്കുന്നത്. ഈ സാധനം നമ്മുടെ ശരീരത്തിന് നല്ലതല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്. പക്ഷെ നെയ്ച്ചോറ് അങ്ങനെയല്ല കഴിക്കുന്നത്. അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഉരുള നെയ്യും കൂട്ടി കഴിക്കണമെന്ന്. അഷ്ടാംഗ ഹൃദയം ശരിയാണോ അല്ലയോ എന്നൊക്കെയുള്ളത് വേറെ പ്രശ്നം. അതിനെ പറ്റിയൊന്നും പറയാൻ മാത്രമുള്ള വിവരമൊന്നും എനിക്കില്ല. പക്ഷേ ഈ സാധനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത സാധനമാണ്, ശുദ്ധമായ സാധനമാണ് എന്ന് വിചാരിച്ചല്ലേ നമ്മൾ കഴിക്കുന്നത്. വലിയ വലിയ ബ്രാൻഡ് നെയിമുകളല്ലേ. ഞാൻ ഈ സംസാരിക്കുന്നത് റോഡ് സൈഡിലെ ഓലപ്പുരയിലെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടല്ല, തട്ടുകടേനെ കുറിച്ചിട്ടല്ല. വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ പഞ്ചനക്ഷത്രമൊന്നും അല്ലെന്നേ. നമ്മൾ സാധാരണ മനുഷ്യന്മാർ സാധാരണ പോകുന്ന വലിയ വലിയ ബ്രാൻഡ് നെയിമുകൾ ഇവിടെ കുറേ ഇല്ലേ. പല സ്ഥലത്തെയും ഷെഫുമാരോട് സംസാരിച്ചു, മാനേജർമാരോട് സംസാരിച്ചു. അവർക്കിതിൽ ഒരു അത്ഭുതമില്ല നെയ്യല്ല ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ. വനസ്പതിയാണ്. ഇനി ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ സപ്ലയേഴ്സിനോട് സംസാരിച്ചു. അവരും കൺഫേം ചെയ്തു. കാരണം ഈ വനസ്പതി എന്ന് പറയുന്ന സാധനം മിക്കവാറും ഡാൽഡ ആയിരിക്കും. ഡാൽഡയാണ് ഏറ്റവും വലിയ ബ്രാൻഡ്. അത് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് അറിയാലോ. ചില റെസ്റ്റോറൻറ്റുകൾക്ക് ഒന്നിൽ കൂടുതൽ സപ്ലൈസ് ഉണ്ടാവും. ചില റെസ്റ്റോറൻറ്റുകൾ അതിൽ ഭയങ്കര മിടുക്കന്മാരാണ്. കാരണം ഞങ്ങൾ എത്ര വനസ്പതി വാങ്ങിക്കുന്നു, എത്ര അജിനമോട്ടോ വാങ്ങിക്കുന്നു എന്നുള്ളത് ആരും അറിയരുന്നവർക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അജിനമോട്ടോയുടെ ഓർഡർ 4 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളൊരു സപ്ലൈയോട് ചോദിച്ചാലും വളരെ കുറച്ച്. ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആളല്ലേ. ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് വ്യക്തിപരമായ പ്രയോജനം? വ്യക്തിപരമായ പ്രയോജനം ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകൾ ബിരിയാണിയുടെ വില അധികമായി കൂട്ടിയില്ല എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ചിന്തിച്ചത് അതാണ്. കൈമ അരിയുടെ വില ഇരട്ടിയായി കുറച്ച് മാസങ്ങൾ കൊണ്ട്. നെയ്യിൻ്റെ വിലയും കൂടുകയാണ്. ചിക്കൻ്റെ വില 200, മീറ്റിൻ്റെ ആവറേജ് 200 എന്ന് പറയുന്നത് ഭയങ്കര വലിയ വിലയാണ് ഒരു കൊല്ലത്തെ ആവറേജ്. പണ്ട് നമുക്ക് പിന്നെ ചിക്കൻ കോഴി കുറച്ച് കൊല്ലങ്ങൾക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 100 രൂപയുടെ താഴേക്ക് കിട്ടിയിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അപ്പോൾ എല്ലാ വിലയും കൂടുതലാണ്. എന്തുകൊണ്ടാണ് പിന്നെ ആരും ബിരിയാണിയുടെ വില കൂട്ടാത്തത്, കാര്യമായിട്ട് കൂട്ടാത്തത്? നഷ്ടം സഹിച്ചത് നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങൾ അതിനകത്തില്ല. ഇത് മുൻധാരണയോടെ ഇവരെല്ലാവരും നെയ്യ് ഉപയോഗിക്കാത്തവരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങിയതോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു തുടങ്ങിയതോ ഒന്നുമല്ല. എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ടേ. ഞാനും ഈ കച്ചവടം ചെയ്യല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ആരും വില കൂട്ടുന്നില്ല. എനിക്കാണെങ്കിൽ ഇതിൽ നഷ്ടം വരും എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. കാരണം നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടതെന്ന് അറിയില്ലേ. ഇപ്പം നിങ്ങൾക്കായാലും ഒരു റെസിപ്പി കിട്ടുമല്ലേ, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ പോരെ, ChatGPT ചോദിച്ചാൽ പറഞ്ഞു തരുമില്ലേ.
ഈ സാധനത്തിന് ഒരു 100 പേരുടെ ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ലിസ്റ്റ് കിട്ടുമല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഹോൾസെയിലർ എടുത്ത് പോട്ടെ, ഹോൾസെയിലറൊക്കെ വിട്, ഒരു ലുലുവിലോ എങ്ങാനും പോയാൽ ഇതിൻ്റെ വില അറിയാൻ പറ്റൂലേ? ഹോൾസെയിൽ ഒരു 10% എങ്ങാനും കുറയുന്നു വിചാരിക്കും. ഹോൾസെയിൽ അതിൽ കൂടുതലൊന്നും കുറയാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ 100 ബിരിയാണി ഉണ്ടാക്കാൻ എത്ര കാശ് വരുമെന്ന്? കമേഴ്ഷ്യൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില ഇതൊന്നും രഹസ്യമല്ല. എന്നിട്ട് എങ്ങനെയാണ് ഇവർ ഈ വിലയ്ക്ക് വിൽക്കുന്നത് എന്നാലോചിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമല്ലേ? എൻ്റെ ഇൻഡസ്ട്രിയുടെ അകത്തുള്ളൊരു ചോദ്യമല്ലേ? ഞാനതിന് ഉത്തരം അന്വേഷിച്ചിറങ്ങി. അപ്പോഴാണ് ഞാൻ ഈ കഥ അറിയുന്നത്. അത് ഇവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ സപ്ലയേഴ്സിൻ്റെ അടുത്ത് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചു. എന്നിട്ട് ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സിനോട് ചോദിച്ചു. സാധാരണ പല സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന പല കസ്റ്റമേഴ്സിനോട് ചോദിച്ചു. ഇന്ന് ബ്രാൻഡ് അവിടെ നിങ്ങളൊരു ബിരിയാണി കഴിക്കുമ്പോൾ അതിൽ ശുദ്ധമായ നെയ്യാണ് ഉള്ളത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, അതോ വനസ്പതിയാണോ? എനിക്ക് കിട്ടിയ ഉത്തരം ഓഫ് കോഴ്സ് നെയ്യാണ്. അങ്ങനെ വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. അവർ ആരും വിശ്വസിപ്പിച്ചിട്ടില്ല. അതാണ് അടുത്ത പോയിന്റ്. മുൻധാരണയാണ്, നമുക്ക് അവിടുന്ന് അത് കിട്ടും എന്നുള്ളത്. എക്സാക്ട്ലി. അവരൊരാളോടും ഞങ്ങൾ നെയ്യിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അവർ പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ വിശ്വസിച്ച് പോരുന്നത് അതാണ്. ഞാൻ ബാംഗ്ലൂരായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ ആഴ്ച. അപ്പം ഞാൻ ഈ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ പ്രീ ഡിഗ്രി എൻ്റെ കൂടെ പഠിച്ച 3-4 പേര് പറഞ്ഞു, എടാ കുറേ നാളായില്ലേ കണ്ടിട്ട്, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒരു വൈകുന്നേരം കൂടാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും അനൂപും ശ്രീജേഷും പിന്നെ നമ്മുടെ ജിതയും സുമിത്രയും ഞങ്ങൾ 5 പേര് വൈകുന്നേരം ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഡിസ്റ്റർബൻസിലാണ്. ഇത്രയും വലിയ ആൾക്കാർ നെയ്യാണ്, നെയ്യെന്ന് പറഞ്ഞാൽ 6-1 വിലയാട്ടോ ഈ സാധനത്തിന്. 5-1 6-1 വിലയാണ്. അപ്പം ഞാൻ ഈ ഡിസ്റ്റർബൻസ് അപ്പോൾ ശ്രീജേഷ് എന്നോട് പറയാണ്, അവൻ്റെ അനിയൻ ശ്രീജേഷിൻ്റെ കസിനാണ്, അവൻ്റെ കൂടെ പ്രീ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചാണ്, എഞ്ചിനീയറിംഗ് ഒരുമിച്ച് പഠിച്ചാണ്. അവൻ പറയാണ്, എടാ ഇതിൽ ഒരു അത്ഭുതവുമില്ല. അവൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കുറച്ചായി. പയ്യന്നൂരാണ് വീട്. അവൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഒരു ബിരിയാണി വെക്കണമായിരുന്നു അത്രേ. അപ്പം ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ ഏറ്റവും കൊള്ളാവുന്ന ഒരാളെ ഏർപ്പാടാക്കി. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ നാട്ടിൽ. അദ്ദേഹം ആ നാട്ടിൽ ഏറ്റവും പേര് കേട്ട ബിരിയാണി വെപ്പുകാരനാണ്. അദ്ദേഹം ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കുമല്ലോ, ഈ ലിസ്റ്റിലുള്ള സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുക്കണമല്ലോ. ഇവൻ പറയാ അതിനകത്ത് ഈ സാധനം ഉണ്ടായിരുന്നെന്ന്. എന്നിട്ട് ഇവൻ്റെ അച്ഛൻ ചോദിച്ചത്രേ, അല്ല ഇതെന്തിനാ ഈ സാധനം? മൂപ്പര് പറഞ്ഞു, അത് വേണം. വേണ്ട, നെയ്യ് മതി. അപ്പോൾ നെയ്യാകുമ്പോൾ കുറേ കൂടുതൽ വേണം. ഈ സാധനത്തിന് അതാണ് വേറൊരു പ്രത്യേകത. നിങ്ങൾ 1 കിലോ നെയ്യിനെ 1 ലിറ്റർ നെയ്യിനെയാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 ലിറ്റർ ഈ സാധനം വേണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോസ്റ്റ് 5-1 6-1 അല്ല ആവുന്നത്, മേ ബി 10-1 ആവുന്നത്. കാരണം ഇതിന് വല്ലാത്തൊരു എഫക്റ്റാണ് ബിരിയാണിയിൽ മാത്രമല്ല, പഫ്സിൽ പിന്നെ പൊറോട്ടയിൽ പലതിലും. നിങ്ങൾ റെഡി ടു ഈറ്റ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്? മൈക്രോവേവിൽ വെച്ച് ചൂടാക്കുന്നത് ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു. നമ്മളെന്താ ചെയ്തിരിക്കുന്നത്? ആട്ട, വെള്ളം, ഉപ്പ്. പഴകുറ്റി പള്ളി പോയി പറയേണ്ടി വരും. അതായത് ഇതൊക്കെ അറിയൂലേ എന്ന് ചോദിച്ചാൽ അറിയാം. പക്ഷെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ്റെ അച്ഛനും പറഞ്ഞിട്ട് മാറ്റിച്ചാണ് അത്ര ഇത്. അപ്പം എന്നിട്ടിത് ഒരുപാട് കാറ്ററേഴ്സിനോട്, ഒരുപാട് പണ്ടാരിമാരോട്, നാട്ടിൽ ബിരിയാണി, ഇത് അവർക്ക് ഒരു അത്ഭുതമുള്ള വിഷയമല്ല. എന്നാൽ എൻ്റെ അമ്മേനെ പോലെ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ, നിങ്ങളെപ്പോലെ, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ, ഇത് കാണുന്നവരെ പോലെ പലരും വിശ്വസിക്കുന്നത് നെയ്ച്ചോറ് പിന്നെ നെയ്യിലല്ലേ? അല്ല, വനസ്പതിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ പറയുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, പിന്നെ അല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഹംഗ്രി മൃണാളിൽ നിന്ന് നെയ്ച്ചോറ് വാങ്ങിക്കും, വേറൊരു കടയിൽ നിന്ന് നെയ്ച്ചോറ് വാങ്ങിക്കും. ഞങ്ങളുടെ നെയ്ച്ചോറിന് എന്തോ 60, 80, 100 രൂപയുടെ താഴെയാണ് വില. അങ്ങനെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഈ എക്സ്പെരിമെൻറ്റിലില്ല. വേറൊരു കടയിൽ നിന്ന് വാങ്ങിക്കും. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. ഹംഗ്രി മൃണാളിലെ നെയ്യാണോ? ആണ്. ഹംഗ്രി മൃണാളിലെ കിച്ചൺ മൊത്തം ഓപ്പണാന്നേ. അവിടെ എന്താ ഒഴിക്കുന്നത് നിങ്ങൾക്ക് കണ്ടൂടെ? ഓപ്പണാണ്. പക്ഷേ ഈ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഒരു 2 വീലർ പാർക്കിംഗ് മാത്രമുള്ളൊരു സ്ഥാപനം കൊച്ചി നഗരത്തിൻ്റെ ഹൃദയത്തിൽ തുടങ്ങുമ്പോൾ, പക്ഷെ അവിടുത്തെ
എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു സങ്കീർണമായ രീതിയിലാണ് അവിടെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതായത് നമ്മുടെ ടേബിളിന് മുൻപിൽ ഒരു മെനു, ആ മെനു സ്കാൻ ചെയ്ത് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. എല്ലാവരും ഡിജിറ്റൽ യുഗത്തിലാണ്. ആർക്കാ ഇത്ര അറിവില്ലാത്ത? ഇല്ലാത്തവരുണ്ടാവും. സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങുമ്പോൾ ഈ സാധാരണക്കാരന് അറിവില്ല നിങ്ങളോട് ആരാ പറഞ്ഞ? അങ്ങനെ ഇല്ല. നിങ്ങൾ ഈ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഡിജിറ്റലായിട്ട് ഐ മീൻ ഹൗ ഡെയർ യു? നിങ്ങൾക്ക് എന്ത് ധൈര്യം വേണം ഇങ്ങനെ സാധാരണക്കാരനെ അറിവില്ലാത്തവരെന്നും? അല്ല, ഡിജിറ്റൽ സോറി അതവിടെ നിൽക്കട്ടെ. ഓക്കെ. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. എൻ്റെ മുമ്പിൽ ഒരുപാട് ബസ്സുകളുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഇപ്പോഴും കാഞ്ഞങ്ങാട് ടൗണിൽ പോകുന്നത് ബസ്സിലാണ്. എൻ്റെ അച്ഛനൊരു സാധാരണക്കാരനാണ്. ഡിജിറ്റലിൻ്റെ ഒരാവശ്യം അവിടെ ഇല്ല. അവിടെ പിള്ളേർ നിൽക്കുന്നുണ്ട് ബില്ലിംഗ് കൗണ്ടറിൽ. അവരോട് ചോദിച്ചാൽ അവർ ഹെൽപ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് താമസം ഈ ഫുഡ് വരുന്നതിനായിട്ടുണ്ട്. അയ്യോ, നിങ്ങൾക്ക് എവിടെയാണ് ഭയങ്കര പെട്ടെന്ന് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം പറഞ്ഞു തരുമോ? നിങ്ങളെന്താ ഇന്ന് ജനിച്ച കുട്ടിയാണോ സുഹൃത്തെ? അല്ല, പക്ഷെ ഞാൻ വന്ന് ഓക്കെ, നിങ്ങൾ അവസാനം ഏത് റെസ്റ്റോറൻറ്റിലാണ് പോയത്? AC ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് പറ നോക്കട്ടെ. MRI. MRIയിൽ നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് ഓർഡർ ചെയ്ത് ബിരിയാണി കിട്ടും? 10 മിനിറ്റ്. 10 മിനിറ്റ് ചാലഞ്ച് ചെയ്യാം. ബാ പോവാ, നിർത്തിക്കോ. Okay. എന്താണോ താനീ പറയുന്നത്? 10 മിനിറ്റ് എന്തായാലും വേണ്ട എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്ത്. പിന്നെ അവിടെ ഭീകര തിരക്കാണെങ്കിൽ, അതിപ്പോൾ MRIയിലായാലും ഭീകര തിരക്കാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ബിരിയാണി കിട്ടും? ഇല്ല. അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലെ ജീവിതം അല്ലേ? മണ്ടന്മാരുടെ ഫീഡ് കണ്ടുകൊണ്ടായിരിക്കുന്നതെന്ന് തോന്നുന്നു വണ്ടികളുടെയും. ലോകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങളൊക്കെ മണ്ണി ചവിട്ടി നടക്കുന്നവരാ. നിങ്ങൾ ഈ പറഞ്ഞ സാധാരണക്കാരന് മണ്ണി ചവിട്ടി നടക്കുന്നവരാ. ഞാനിന്ന് രാവിലെ പുറത്തോട്ടിറങ്ങുമ്പോൾ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ചേട്ടനുണ്ട്. അങ്ങനോട് കൈയും കാണിച്ച് കാറിൽ കയറി പെട്രോൾ പമ്പിൽ പോയി കാറിൽ എയറും ഫില്ല് ചെയ്ത് അങ്ങേർക്ക് ഒരു 50 രൂപയും കൊടുത്ത് ഞാൻ ആ ടോൾ വഴി ഡ്രൈവ് ചെയ്ത്. ഞാനിന്ന് ഒരുപാട് സാധാരണക്കാരെ കണ്ടിട്ടുണ്ട്. ഇവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിവരമില്ലാത്തവരൊന്നുമല്ല. നിങ്ങളുടെ കയ്യിലുള്ള അത്ര കാശ് അവരുടെ കയ്യിൽ കാണില്ലായിരിക്കും. അതവരുടെ ചോയ്സാണ്. എൻ്റെ കൂടെ 56 പേരാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. 56 പേര്. 56 പേരെ 1 മുതൽ 56 വരെ എനിക്ക് ഓൾമോസ്റ്റ് ഓർത്തെടുത്ത് പറയാൻ പറ്റും. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് 21 കൊല്ലമായി. ഐ മീൻ പാസ് ഔട്ടായിട്ട് 21 കൊല്ലമായി ഉണ്ടാവില്ല, കാരണം 4 കൊല്ലമില്ല. എനിവേ 20ഓളം കൊല്ലമായി. അതിൽ റോൾ നമ്പർ 5 അനീഷ് MA. ഞങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ കേരളത്തിൽ 20 എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇല്ല. അന്ന് എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ ആ 20 എഞ്ചിനീയറിംഗ് കോളേജ് 20 താഴെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നിൽ അഡ്മിഷൻ കിട്ടണം. അതിലേറ്റവും മിടുക്കനായിട്ട് വന്ന ആളായിരുന്നു ഇയാൾ. ഇയാൾ പോളിടെക്നിക്കിൽ, ഇയാൾ കാർമലിലാണ് പഠിച്ചത്, ആലപ്പുഴയിൽ. ആലപ്പുഴയിലെ വീട് കാർമൽ അറിയാലോ. അന്നത്തെ കാലത്തെ കാർമൽ, 20 കൊല്ലം മുമ്പത്തെ കാർമൽ. ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പോളിയിൽ ഇലക്ട്രിക്കൽ. വൈക്കത്താണ്, തലൽപ്പറമ്പിലാണ് വീട്. തലൽപ്പറമ്പ് സ്കൂളിൻ്റെ അവിടെ നിന്ന് നേരെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. നേരെ നടന്നു പോയി അവിടെയാണ്. നാട്ടുകാരോട് ചോദിച്ചാൽ മനസ്സിലാവും ഈ മനുഷ്യൻ എങ്ങനത്തെ മനുഷ്യനാണ്. ഇന്ന് എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായിരുന്ന ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ ഞാൻ കാണാറുണ്ട്. ഞാൻ US ട്രാവൽ ചെയ്യുമ്പോൾ കാണാറുണ്ട്. ഞാൻ ബാംഗ്ലൂർ വെച്ച് കാണാറുണ്ട്. ഞാൻ പല സ്ഥലത്തും വെച്ച് കാണാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ട്. 1 ലക്ഷം രൂപയൊന്നും അല്ല, ഒരിക്കലും അല്ല. കാരണം അന്നത്തെ കാലത്ത് എഞ്ചിനീയേഴ്സിന് അങ്ങനെ ഒരു വിലയുണ്ടായിരുന്നു. കാരണം ഈ 100 കണക്കിന് കോളേജുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് എഞ്ചിനീയേഴ്സ് പുറത്തിറങ്ങുന്നത് പോലത്തെ ഒരു പരിപാടി അന്നില്ല. കുറച്ചേ ഉള്ളൂ. അന്നാണെങ്കിൽ IT ബൂമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയം. ഈ മനുഷ്യനുണ്ടല്ലോ, അവനെന്താ IT പോകാൻ അറിയാണ്ട, കാശുണ്ടാക്കാനുള്ള വഴി അറിയാണ്ട, കൂടെ പഠിച്ചവരൊക്കെ പോവില്ല, അവരുടെ കൂടെ പോയ പോരെ. അവൻ അന്ന് എന്നോട് പറഞ്ഞ ഓർമ്മ, ഞാൻ സബ്സ്റ്റേഷനിൽ ഒരു കോൺട്രാക്റ്റ് ജോലിക്ക് പോവുകയാണ്, എനിക്ക് KSEB കയറണം. അന്ന് എന്നോട് പറഞ്ഞ ഇതാണ്. എനിക്കതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അന്നൊന്നും പിടികിട്ടിയിട്ടില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും കറണ്ടില്ലാത്ത എത്രയോ വീടുകളുണ്ട്. ഒരു വീട്ടിലെങ്കിലും കറണ്ട് കൊടുക്കണം. നിങ്ങൾക്കിതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല, ഇത് 10-20 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. ഇവൻ NSSന് വേണ്ടിയിട്ട് കോളേജിൽ
മറ്റേ പിക്കാസ് എടുത്തിട്ട് മരം നടാൻ വേണ്ടി പാറൊക്കെ അടിച്ചിട്ട് പിക്കാസ് പൊട്ടിച്ച മനുഷ്യനാണ്. നിങ്ങളുടെ ഈ കൈൻഡ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവന് ഭ്രാന്താണ്. 10-15 ലക്ഷം രൂപ മാസ വരുമാനം ഉണ്ടാക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്. അതിൽ അവനും പെടായിരുന്നു. വിട്ടൂടെ, എന്താ കുഴപ്പം? അവന് ഫുള്ളി ക്വാളിഫൈഡ് അല്ലേ? ഞങ്ങളെക്കാളും ക്വാളിഫൈഡ് അല്ലേ? ഞങ്ങളെക്കാളും വിവരമുള്ളവൻ. അവൻ എന്നിട്ട് കഷ്ടപ്പെട്ട് PSC എഴുതിയിട്ട് അവന് PSCയിൽ അഡ്മിഷൻ കിട്ടിയത് BTECിൻ്റെ ബേസിസിലല്ല, പോളിയുടെ ബേസിലാണ്. അപ്പോൾ അവന് BTECകാരന് KSEB കയറിയിരുന്നെങ്കിൽ ഏത് പൊസിഷൻ കിട്ടുമോ അതിൻ്റെ താഴെയുള്ള പൊസിഷനാണ് കിട്ടിയത്. എന്നിട്ടും അവൻ KSEBയിൽ ജോയിൻ ചെയ്തു. അവൻ പെരിങ്ങോട്ടുകുരിശിയിലും പല സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പെരിങ്ങോട്ടുകുരിശിയിൽ അവൻ വർക്ക് ചെയ്യുമ്പോൾ ഞാനവിടെ പോയിട്ടുണ്ട്. അവനൊന്നും 1 ലക്ഷം രൂപ വരുമാനം ഇല്ല. അവൻ സാധാരണ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. അവൻ്റെ കയ്യിലുള്ള ബൈക്കിന് 10-20 കൊല്ലം പഴക്കമുണ്ട്. അവനാണോ വിവരമില്ലാത്തവൻ? എന്നെക്കാളും വിവരമുണ്ട് അവന്. എനിക്ക് പരിചയമുള്ള ഓൾമോസ്റ്റ് എല്ലാവരെക്കാളും വിവരമുണ്ട് അവന്. അവൻ ഈ സൊസൈറ്റിക്ക് ചെയ്യുന്നത്രയും സേവനം ഞങ്ങളുടെ ലൈഫ് കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര പേരെ കാണിച്ചു തരാം? കാശിൻ്റെ ബേസിസിലാണ് ഇയാൾ സാധാരണക്കാരൻ. ഇവിടെ KSRTCയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡ്രൈവിങ് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വിമാനം പറത്താൻ താല്പര്യമുള്ളതുകൊണ്ട് പൈലറ്റ് ആവുന്ന ആൾക്കാരുണ്ട്. റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. ആവറേജ് ശമ്പളം എത്രയാണ്? ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് MG റോഡിൽ. അവിടെ ഇപ്പോഴും 10-40 കൊല്ലത്തെ സർവീസുള്ള 25,000 രൂപ തികച്ച് ശമ്പളമില്ലാത്ത ആൾക്കാരുണ്ട്. അയാൾ സെർവ് ചെയ്യുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള ആൾക്കാരെയാണ്. അവരോട് സംസാരിക്കാനും അവരുടെ മുമ്പിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനും അവരുടെ മുമ്പിൽ ഈ ഡിഷസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഇത് കൊണ്ടു കൊടുക്കാനും അയാൾക്ക് പറ്റുമെങ്കിൽ അയാൾ നോളജബിൾ ആയിട്ടുള്ള ആളാണ്. ഒരിക്കലും അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. പക്ഷേ അവിടെ വൈപ്പിനിൽ ഞാൻ ഈ എറണാകുളം ടൗണിൽ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കടക്കാരനുണ്ട്. ഫുഡ് ബിസിനസ് ചെയ്യുന്ന ഒരാൾ. പൈ കഫേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് വൈപ്പിനിൽ. നമ്മൾ ആ റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട് ജങ്കാറിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ പൈ കഫേ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. വൈകിട്ട് 2:45 തുറക്കുക. ഒരു 3 മണിയാകുമ്പോൾ അവിടെ സ്നാക്സ് കിട്ടി തുടങ്ങും. 4 മണിയാകുമ്പോൾ അത് ഓൾമോസ്റ്റ് തീരും. 5 മണിവരെ കടയുള്ളൂ. 4:30 അവിടെ ചെന്ന് സ്നാക്സ് കിട്ടിയാൽ തന്നെ ഭാഗ്യവാനാണ്. അയാൾ ഒരു ലുങ്കി കൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന ആളാണ്. എങ്ങനെയാണ് അങ്ങനെ വിളിക്കുക? എനിക്കിതിനോട് ഒരു യോജിപ്പുമില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പിള്ളേർ $1 ബില്യൺ എന്നൊക്കെ ഈസി ആയിട്ട് പറയുന്ന കേൾക്കാം. 10,000 രൂപ തികച്ച് കാണാത്തവനാണ് $1 ബില്യൺ പറ്റി പറയുന്നത്. $1 മില്യൺ എന്ന് പറഞ്ഞാൽ 8.5 കോടി രൂപയാണ്. ഒരു മനുഷ്യന് ഒരു ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കാൻ ആ പൈസ ധാരാളമാണ്. പക്ഷെ $1 ബില്യൺ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇത് വേറൊരു സാധനമാണ്. ലോകത്താകെ 3000 ചില്ലറ ബില്യണേഴ്സേ ഉള്ളൂ ഈ ലോകത്തിൽ. ഇതൊക്കെ കണ്ടിട്ടാണ് ഈ 50,000 രൂപയും അല്ലെങ്കിൽ 30,000 രൂപയും മാസ വരുമാനമുള്ളവനെ ഒന്നിനും കൊള്ളാതെ ജീവേ. അങ്ങനെയല്ല എൻ്റെ സത്യം. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ അവിടെ ഒരു ഹോട്ടലിൽ ഒരു മനുഷ്യനെ കണ്ടിട്ടാണ് വരുന്നത്. ഞാൻ ആ മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിച്ചിട്ട്, ഈ ഫോണിലുണ്ടാ നമ്പർ, എനിക്ക് പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റില്ല, നമ്പർ മേടിച്ചിട്ടാണ് വരുന്നത്. കുറച്ച് കഴിഞ്ഞൊന്ന് സംസാരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഒരു ജമ്മാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അയാളവിടെ എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തിന് 50,000 രൂപ തേച്ച് ശമ്പളം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അയാളെ എങ്ങനെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക, അത് നിങ്ങളുടെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരാളെ ഹംഗറി മൃണാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ജോലിക്കോ? ഞാൻ പിന്നെ ഇതിനെ നമ്പർ മേടിച്ചേ. അപ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ കൊടുത്ത് സംശയം എന്താ കരുതി? ഇതിലെ ഹോൾ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റും എന്നെ ഇൻസ്പയർ ചെയ്യുന്ന, എനിക്കെന്തെങ്കിലും പഠിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് സറൗണ്ട് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. നാളെ എൻ്റെ ബോസ് ആവാൻ പറ്റുന്ന ആളുകൾക്കാണ് ഇന്ന് ഞാൻ ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എല്ലാവരും എൻ്റെ കാലും പിടിച്ച് സാറേ എന്ന് വിളിക്കുന്ന കുറേ പേരെ കിട്ടി ഞാനെന്താ അടിമത്ത സമ്പ്രദായം നയിക്കുകയാണോ? ഇതെല്ലാം ടെമ്പററിയാണ് സുഹൃത്തേ. നാളെ അവർക്ക് സ്വന്തമായി എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഇതെല്ലാം ടെമ്പററിയാണ്. ഞാൻ ഇന്ന് താമസിക്കുന്നത് അങ്ങനത്തെ ഫ്ലാറ്റിലായിരിക്കും, അങ്ങനത്തെ കാറായിരിക്കും, അങ്ങനത്തെ കൂട്ടുകാരുണ്ടാവും എനിക്ക്. നാളെ ഇതൊക്കെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? നാളെ ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് എന്താ ഉറപ്പ്? ഒരു ഉറപ്പില്ല. എക്സാക്ട്ലി. സോ ആ വരുമാനമുള്ളവനെ അങ്ങനെ ബ്രാൻഡ് ചെയ്യുക, ഇയാളെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുക, ദാറ്റ്സ് റിഡിക്കുലസ്.
ഇന്നിപ്പോൾ ആരോ പറയുന്നത് കേട്ടു, ഈ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന ഈ എടപ്പള്ളിയിലെ റെസ്റ്റോറൻറ്റിൻ്റെ ഗൂഗിൾ മാപ്പ് റേറ്റിംഗ് 3.1 ആണ്. അപ്പോൾ അതിൽ 1 സ്റ്റാർ റേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരിൽ പലരും ഈ സംസ്ഥാനത്ത് പോലും വന്നിട്ടില്ല. ഈ ജില്ലയിൽ പോയിട്ട് ഈ സംസ്ഥാനത്ത് പോലും വന്നിട്ടില്ല. അങ്ങനെ പെയ്ഡായിട്ട് റിവ്യൂ ഇടുന്നൊരു സംഭവം ഉണ്ടോ? പെയ്ഡായിട്ടല്ല, അവരെന്തോ ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ്. അവർക്ക് എന്തിനാണ് ഹംഗ്രി മൃണാളിനോട് ഒരു ഫ്രസ്ട്രേഷൻ? എനിക്കറിയില്ല, അത് അവൻ്റെ പ്രശ്നമാണ്. ആൻഡ് ദേ ആർ വെൽക്കം. നിങ്ങൾക്ക് ഒരു സന്തോഷം അതുകൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾ സന്തോഷിച്ചോ. ഞാനെന്തിനാ നിങ്ങളുടെ സന്തോഷത്തിന്? എൻജോയ്. നമ്മളിപ്പോൾ ഹംഗ്രി മൃണാളിൻ്റെ ബിരിയാണിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കൊച്ചിയിൽ ഈ മറ്റൊരു മൃണാൾ ദാസിനെ ഭ്രമിപ്പിക്കുന്നൊരു ബിരിയാണി മറ്റേത് ഹോട്ടലിലായിരിക്കും? ഞാൻ കുറേ നാളായി വേറെ എവിടെയെങ്കിലും പോയി ബിരിയാണി കഴിച്ചിട്ടും. ആക്ച്വലി കൊച്ചിയിൽ ഞാനിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ കഴിക്കാൻ ശ്രമിക്കുന്നത് ഭയങ്കര നാടൻ ഭക്ഷണമാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്നലെ ഞാൻ പോയി കഴിച്ചത് കോർണർ കഫേ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, മറ്റേ മഹാരാജാസിൻ്റെയും MG റോഡിൻ്റെയും ഇടയിലാണ് കോർണർ കഫേ. മിനിഞ്ഞാന്ന് ഞാൻ കഴിച്ചത് രാംദാസിലാണ്. രാംദാസ് എന്ന് പറയുന്നത് നമ്മുടെ കലൂര് ദേശാമണി റൂട്ടിലല്ല, അതിനിപ്പുറത്ത് ഒരു KFC ഒക്കെ ഉണ്ട് അവിടെ, അതിനിപ്പുറത്താണ് രാംദാസ്. ഞാൻ എന്താ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഭക്ഷണമില്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, 1000 ചില്ലറ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ഈ മിഷ്ലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിലെ വീഡിയോയോ അല്ലെങ്കിൽ എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ആദ്യമായിട്ട് വീഡിയോ ചെയ്ത ആൾ മേ ബി ഞാനായിരിക്കും. ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ, അല്ലാണ്ട് എമിറേറ്റ്സ് എന്നെ വിളിച്ച് കയറ്റിയിട്ട് വീഡിയോ ചെയ്തൊന്നുമല്ല. അതിനേക്കാളൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളത് ഈ മറ്റേ പാർവതി അമ്മയുടെ കടയിലെ ഇത് രാജാസ് ടീ സ്റ്റോൾ അല്ലെങ്കിൽ വയലാർ മറ്റേ ഉണ്ണിക്കുട്ടൻ്റെ കട, അങ്ങനെ അതാണ് എനിക്കിഷ്ടം. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 5-8 റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടുള്ള വലിയൊരു ബിസിനസ് മാനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് പോകാറുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ കൂടെ പഠിച്ച ശ്രീജേഷിൻ്റെ കാര്യം, മറ്റേ ബാംഗ്ലൂർ വെച്ച്. അപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞത് മറ്റേ പാലക്കാട് വടക്കഞ്ചേരി ടോളിൻ്റെ അവിടെ ഒരു അമ്മയുടെ കടയുണ്ട്, അവിടെ പോയി എന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആൾക്കാർ വിളിക്കാറുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പോലും വിളിക്കുക, എടാ ഞാൻ ഇന്ന സ്ഥലത്താണ്, ഇവിടെ എന്തെങ്കിലും ചെറിയൊരു കട പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കാറുണ്ട്. കൊച്ചിയിലെ ഏറ്റവും ഫേവറേറ്റ് ഏതാണ്? കടകളിലോ? ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്. ഇപ്പം എനിക്കൊരാളെ ട്രീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക, ഒരു വിദേശിയായിട്ടുള്ളൊരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ സേക്കൊക്കെ കൊള്ള എൻ്റെ ഏതെങ്കിലും ഒരു പുറത്തുള്ളൊരു ക്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ മിക്കവാറും അയാളെയും വിളിച്ചിട്ട് ഒന്നുകിൽ വെല്ലിംഗ്ടൺ ഐലൻഡിൽ കാസിനോയിൽ പോകും, അല്ലെങ്കിൽ ഗ്രാൻഡ് ഹോട്ടൽ MG റോഡ് ഗ്രാൻഡ് ഹോട്ടലിൽ പോകും. ഇവർക്കൊക്കെ സീ ഫുഡ് ഭയങ്കര ഇഷ്ടമുണ്ടാവും. മാത്രമല്ല ഈ ഹോട്ടലുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എരിവൊന്നും കുത്തിക്കയറ്റില്ല. കാരണം ക്വാളിറ്റി ഉള്ള നമ്മൾ എരിവ് എന്തിനാണ് ഷെഫുമാർ കുത്തിക്കയറ്റുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാണ്? മീറ്റിനെ മാസ്ക് ചെയ്യാനാണ്. ക്വാളിറ്റി ഇല്ലാത്ത മീറ്റിനെ ടേസ്റ്റ് നമുക്ക് ഒരു പിടിയും കിട്ടൂല. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ കൈമ അരി ഉപയോഗിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാം, എരിവ് കുത്തിക്കയറ്റിയാൽ മതി, ഒരു പിടിയും കിട്ടൂല. ഇതെന്താ ടേസ്റ്റിനും പ്രശ്നമൊന്നുമില്ല, കാരണം റൈത്തയും കൂട്ടി കഴിക്കുമ്പോൾ അതൊന്ന് സെറ്റായിക്കോളും. ഒന്നുകിൽ കാസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഹോട്ടൽ. പണ്ട് ക്രൗൺ പ്ലാസയുടെ അടിയിലൊരു ട്രിലോജി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, ആക്ച്വലി റജിമോ ഷെഫിൻ്റെ, അതിപ്പോൾ അവർ മാറ്റിയിട്ട് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആക്കി. അതുപോലെ പണ്ട് നമ്മുടെ ഇയാളുടെ മാരിയറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കാസവേ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മലയാളി ഭക്ഷണം കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ. ഇപ്പോൾ MG റോഡിലെ ഗ്രാൻഡും നമ്മുടെ ഇതുമാണ് ഐലൻഡിലെ കാസിനോയും. അതേസമയത്ത് ഇപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് കൊച്ചിയിൽ വന്നു. അമ്മ കൊച്ചിയിൽ വന്നാൽ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടം എന്ന് പറയുന്നത് വീട്ടിൽ ഡെയിലി ബേസിസിൽ കിട്ടാത്ത ഫുഡ് ഉണ്ടല്ലോ. അതെ, അമ്മയ്ക്കാണെങ്കിൽ വയറ് പിന്നെ ഇങ്ങനെ ഈ ഭയങ്കര എരിവുള്ള ഭക്ഷണമൊന്നും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പാരഗണിൽ പോയിട്ട് അമ്മയ്ക്ക് ഫ്രഞ്ച് ഓണിയൻ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്, ഫ്രൈഡ് റൈസ്, അല്ലെങ്കിൽ കാലിക്കറ്റ് നോട്ട് പോയി കലൂർ. അതിപ്പം 6-7 മാസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്, അവരെന്തോ റിനോവേഷൻ ചെയ്യണം, അതിപ്പോൾ തുറക്കും. ഞാൻ ഇന്നലെ എൻ്റെ MD കണ്ടിരുന്നു, ഇപ്പോൾ അവർ തുറക്കും. കാലിക്കറ്റ് നോട്ട് പോയി കലൂർ, അത് കൊള്ളാവുന്ന റെസ്റ്റോറൻ്റാണ്.
പിന്നെ ഇനി അതല്ല, ഒരു അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, അത് കള്ളും വേണം. അപ്പോൾ ഈ വോൾഗ എന്ന് പറഞ്ഞിട്ടൊരു പഴയ റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാർ. അതിൻ്റെ റൂഫ് ടോപ്പിൽ അവരിപ്പം കള്ള്, ഐ മീൻ ഈ ഹാർഡ് ലിക്കർ ഇല്ലയെന്ന് തോന്നുന്നു, ബിയർ മാത്രമാണ്. അവിടെ ചൈനീസ് ഫുഡ് ഭയങ്കര രസമാണ്. അപ്പം അവിടെ അല്ലെങ്കിൽ വെലോസിറ്റി ഉണ്ട് നമ്മുടെ ബാനർജി റോഡിൽ. വെലോസിറ്റി നല്ലതാണ്. പിന്നെ ഇനി അതല്ല, ഒരു 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 യൂറോപ്യനാണ്, അയാൾക്ക് ഈ മലയാളി ഭക്ഷണമൊന്നും വേണ്ട. ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ഭക്ഷണം, ഫ്രഞ്ച് ടോസ്റ്റ് അതിന് നല്ലൊരു ഓപ്ഷനാണ്. ഇനി അതല്ല, എൻ്റെ കൈൻഡ് ഓഫ് മനുഷ്യന്മാർ, അതായത് ചോറൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കുക എന്ന് പറയുന്നത്, അങ്ങനത്തെ അപ്പം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഈ പറയുന്ന പല കടകളിലും ഞാൻ ചിലപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊന്നും പോയിട്ടുണ്ടാവില്ല. പണ്ട് പോയ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ കടകളൊക്കെ എങ്ങനെ മാറിപ്പോയെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോർണർ കഫേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. വെജിറ്റേറിയനാണ്, ചെറിയ പൂരി, അതിന് കിഴങ്ങ് കറി, പുട്ടുണ്ട്, കടലക്കറിയുണ്ട്, പിന്നെ ഉപ്പുമാവ്, പഴംപൊരി, നാടൻ ചായ, രസമാണ്. ഇപ്പോൾ രാംദാസും അങ്ങനെ തന്നെയാണ്. പൊറോട്ട അല്ലെങ്കിൽ അപ്പം, കടലക്കറി, കിഴങ്ങ് കറി. അല്ലെങ്കിൽ ഈ ചേച്ചിമാരുടെ കട എന്ന് പറയുന്നൊരു കടയുണ്ട്, അവിടെ ബ്രെഡ് സ്റ്റൂവും കിട്ടുമായിരുന്നു, മീനിൻ്റെ ചില സംഭവങ്ങൾ കിട്ടുമായിരുന്നു. ഇനി അതല്ലെങ്കിൽ കടയുടെ പേര് ഞാൻ പറഞ്ഞത്, എനിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു മനുഷ്യനാണ് ആ കട പറഞ്ഞു തന്നത്. അയക്കൂറ പൊരിച്ചതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിട്ടുന്നത് അതാ. എനിവേ, ഞാൻ ടോപ്പായിട്ട് പറയുകയാണെങ്കിൽ നാസർക്കയുടെ കട പറയും. അത് ഈ എടപ്പള്ളി നമ്മുടെ പിന്നെ ലുലു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കളമശ്ശേരി ഭാഗത്തേക്ക് വരില്ലേ, കുറച്ച് മുന്നോട്ട് വരണം, വനിതാ വിനീതയുടെ ടേണിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു പള്ളി പോലൊരു സംഭവമുണ്ട്. ഈ നാസർക്ക് ഈ മനുഷ്യനോട് ഞാനവിടെ പേരെഴുതി വെക്കാൻ പറഞ്ഞു. ഇയാൾ പേരെഴുതി വെക്കൂല. ഇയാൾ പലപ്പോഴും കടയുടെ വാതിൽ അടച്ചിടും രാവിലെ നമ്മൾ പോയാൽ, കാരണം പിന്നെ ആൾ വരാതിരിക്കാൻ. അതിപ്പോൾ അവിടെ ഞാനവിടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. രാവിലെ പോയി കഴിഞ്ഞാൽ മൂപ്പരുടെ വൈഫുണ്ട്, മൂപ്പരുടെ വൈഫ് ഉണ്ടാക്കി കൊടുത്തയക്കുന്നൊരു മീൻകറിയൊക്കെ ഉണ്ട്. സഹിക്കൂല, ചായയും അപ്പവും. നാസർക്കയുടെ കടയാണ് ഒരു 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 നാടൻ ഭക്ഷണം. ഇതെല്ലാം ഞാനീ പറഞ്ഞെല്ലാം നാടൻ ഭക്ഷണമാണ്. പിന്നെ ഡിപ്പെൻസ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളതിനനുസരിച്ചല്ലേ. വെജിറ്റേറിയൻ ഹോട്ടലാണെങ്കിൽ വെജിറ്റേറിയൻ ഓഫ് കോഴ്സ് ബൃന്ദാവനിൽ പോകും. പക്ഷെ എനിക്ക് ബൃന്ദാവനിലുള്ള ഒരേ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങൾക്കൊരു തമിഴ് ടച്ച് ഉണ്ട്. സാമ്പാറൊക്കെ എനിക്ക് ഒരു മലയാളി സാമ്പാറാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ ആ ഒരു സംഭവം ബാക്കി മീൻസ് ഫാബുലസ്. ഇപ്പോൾ ഗോകുലോട്ട് വരെയായാലും ആക്ച്വലി നമ്പർ 1 ഇത് രണ്ടുമല്ല, വുഡ്ലാൻഡ്സ് ആണ്. നമ്മുടെ TDM ഹോണ്ട അവിടെ പിന്നെ ഒരു പ്രായമുള്ള അവർ ഉടുപ്പിക്കാരാ മറ്റോ ആണ്, ഉടുപ്പി കിച്ചൻ അല്ല, വുഡ്ലാൻഡ്സ് ആണ് അതിൻ്റെ പേര്. ഒരു ചെറിയ കടയാണ്, വലിയ പാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഹംഗറി മൃണാളിൽ പാർക്കിംഗ് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് പ്രശ്നമുള്ളൂ. ബാക്കി ഇവിടെ ബഹുഭൂരിഭാഗം റെസ്റ്റോറൻറ്റ്സിലും പാർക്കിംഗ് ഇല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റുകളൊക്കെ നമ്മളെടുത്താൽ ശരിയാണ്, കാസിനോയിലും ഗ്രാൻഡ് ഹോട്ടലിലും വാലേ പാർക്കിംഗ് ഉണ്ട്. ഇപ്പം ലുലു പാരഗണി പോകണം, നിങ്ങൾ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുക? ലുലുവിൻ്റെ പാർക്കിംഗ്. എന്നിട്ട് പോയി കഴിച്ചിട്ട് എത്ര മീറ്റർ നടക്കണം? കുറച്ച് നടക്കണം. അപ്പം ആർക്കും പ്രശ്നമില്ല അല്ലേ. ഇപ്പോൾ ബൃന്ദാവൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ബൃന്ദാവൻ മറ്റേ പാലാരിവട്ടത്തെ ബൃന്ദാവനാണ്. പാലാരിവട്ടത്തെ ബൃന്ദാവൻ അതിൻ്റെ ഫ്രണ്ടിൽ എന്തായാലും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഉള്ളിലോട്ട് പോയി അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അത് മിക്കവാറും ഫുള്ളായിരിക്കും. കാരണം അവിടെ 5-6 കാറുകളെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പോൾ നടക്കണം, വെയിലും മഴയും കൊണ്ട് നടക്കണം. അല്ലെങ്കിൽ ഞാനീ ബാക്കി പറഞ്ഞ എല്ലാ കടകളുടെയും കഥ ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്തോ ആണെന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൈക്കും കമൻറ്റൊക്കെ കിട്ടും. പല പിന്നെ അലവലാതി സ്റ്റാറ്റസ് ന്യൂസ് ചാനലുകൾ ഞാൻ കണ്ടു. പണ്ട് നമ്മളതിനെ മഞ്ഞപ്പത്രം ഒന്നും വിളിക്കാൻ പറ്റില്ല, ഈ പണ്ടത്തെ ഈ തീക്കുറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ പത്രങ്ങളാണ്. പക്ഷേ ഇവരുടെ
പിന്നെ പെരുമാറ്റം കണ്ടാൽ തോന്നും ഇവർ മറ്റേ ഏഷ്യാനെറ്റിൻ്റെ ശശികുമാർ സാറിനെ പോലത്തെ മറ്റേ കണ്ണാടി അവതരിപ്പിച്ച ഗോപകുമാർ സാറിനെ പോലത്തെ ഭയങ്കര സംഭവങ്ങളാണ്. ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുണ്ടാവും എന്നെ തെറി പറഞ്ഞ വീഡിയോ ഒക്കെ ആയിരിക്കും. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ബേസിക് പത്രപ്രവർത്തനത്തിൻ്റെ മര്യാദ എന്താ? എൻ്റെ പേഴ്സ്പെക്റ്റീവ് ചോദിക്കണ്ടേ? വേണ്ടേ? വേണം. ചോദിച്ചോ? ഒരാൾ ചോദിച്ചോ? ഒരാൾ എന്നെ വന്ന് കണ്ടോ? ഒരാൾ എന്നെ ഫോൺ ചെയ്തോ? എൻ്റെ നമ്പർ കിട്ടാൻ എന്താ പാട്? നിങ്ങൾ എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തത്? ഹംഗ്രി മൃണാൾ. എങ്ങനെയാണ് കോൺടാക്ട് ചെയ്തത് പറഞ്ഞോളൂ. ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്, അങ്ങനെ കിട്ടിയത്. ശരി, അപ്പോൾ എൻ്റെ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒരു ജേർണലിസ്റ്റിന് എന്തായാലും ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ എന്നെ എന്താ അവർ കോൺടാക്ട് ചെയ്യാത്തത്? തെറി പറയലാണ് ലക്ഷ്യം. കാരണം തെറി പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവും. ബെസ്റ്റ് വീഡിയോ. നിങ്ങൾ ഈ അലവലാതെ സ്റ്റാറ്റസ് സാധനങ്ങളൊക്കെ എടുത്തു, അവരിത്രയേ ഉള്ളൂ അതിനപ്പം. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. അവരത്രയേ ഉള്ളൂ എന്ന് ജനത്തിനും അറിയാം. പൊതുജന കഴുതകളല്ല, മണ്ടന്മാരല്ല. നമ്മൾ ഈ കാണുന്ന ഇപ്പം ഈ നടത്തുന്ന സംഭവം നിങ്ങൾ പോസ്റ്റ് ചെയ്യുമല്ലോ, ഇപ്പം ഈ ആൾക്കാർ കാണൂലേ, എന്നെക്കാളും നിങ്ങളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇത് കാണുന്നത്. അവരങ്ങനെ ഒരു ദിവസം രാവിലെ കഴിച്ച് എന്താ പിന്നെ പറ്റിച്ച് കളയും. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അവർ ചിലപ്പോൾ യൂട്യൂബിലുണ്ടാവില്ല, ഇൻസ്റ്റാഗ്രാമിലുണ്ടാവില്ല, സോഷ്യൽ മീഡിയയിലുണ്ടാവില്ല. അതവർക്ക് പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തരം. ഇപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് കിട്ടുന്ന ഒരു സംഭവം എന്താണെന്നറിയാം? ഇപ്പം ഈ മറ്റേ സാരിയൊക്കെ ഇങ്ങനെ ഉടുത്തിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മറ്റേ പരിപാടി ഉണ്ടല്ലോ. അതായത് പണ്ട് നമ്മുടെ ഷക്കീലയും ഒക്കെ ചെയ്തിരുന്ന, അല്ലെങ്കിൽ സിൽക്ക് സ്മിത ചെയ്തിരുന്ന പരിപാടി. അതിപ്പോൾ സിനിമയിലല്ല, സോഷ്യൽ മീഡിയയിലാണ്. ഇതിന് മില്യൺസ് ഹിറ്റ് ഉണ്ട്. തീർച്ചയായും. വളരെ ഗൗരവമുള്ളൊരു കാര്യം ISROയുടെ ചെയർമാൻ പറഞ്ഞാൽ അയാളും കാണും, ആ വീഡിയോ ഇട്ടവനും കാണും, പിന്നെ അയാളുടെ അമ്മയോ ആരെങ്കിലും കാണും, 3 പേര് അല്ലേ? ഇതാണ് ഈ രാജ്യത്തെ നല്ല ലോകത്തിലെ അവസ്ഥ. അപ്പോൾ ഈ മറ്റേ സാരി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ പെൺകുട്ടി വിചാരിക്കുന്നത് ഞാൻ ISRO ചെയർമാനേക്കാളും വലിയ ആളാണെന്നാണ്. അവർ വിചാരിച്ചോട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ISROക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗവൺമെൻറ് പിന്തിക്കുന്ന പ്രശ്നമുണ്ടോ? ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണത്തിനോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പ്രശ്നമുണ്ടോ? ആ കുട്ടി വിചാരിച്ചോട്ടോ, പാവം കുട്ടിയല്ലേ. ഒന്നുമില്ല, സാരിക്ക് ഇങ്ങനെ മാറ്റിയതല്ലേ, ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ പത്രക്കാർ ഇത് തന്നെ വിചാരിക്കുന്നത്. അതായത് ഈ മണ്ടത്തരങ്ങളും ഈ വഷളത്തരങ്ങളും വൃത്തികേടുകൾ ആഭാസത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ഇത് എനിക്കെതിരെ മാത്രമൊന്നുമല്ല കേട്ടോ. നാളെ നിങ്ങളെ കിട്ടിയ നിങ്ങൾ സ്വന്തം അമ്മേനെ കിട്ടിയാൽ അത് തന്നെ ചെയ്യും. എവിടേക്ക് ക്യാമറ വെക്കാൻ പറ്റും അവിടേക്ക് വെക്കും, ഒരു പ്രശ്നമില്ല. അത് മറ്റേ തെഹൽക്ക ചെയ്ത പോലെ കുംഭകോണം കണ്ടുപിടിക്കാനല്ല, അവിഹിതം കണ്ടുപിടിക്കാനാ. മറ്റുള്ളവൻ്റെ പ്രൈവറ്റ് സ്പേസിൽ നൂണ്ട് കയറുക എന്ന് പറയുന്ന സാധനമില്ലേ, കൗതുകമാണ്. ബിഗ് ബി സിനിമയിൽ ജാഫർ ഇടുക്കി പറയുന്നൊരു ഡയലോഗുണ്ട്. ഇവൻ എടുക്കുന്നതൊക്കെ റിസ്കി ഷോട്ടുകളാണ്. മറ്റേ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ സൂണൻ ചേട്ടൻ്റെ ഭാര്യയുടെ കുളി കണ്ടുപിടിച്ചത് ഇവനാണെന്ന്. അത് ചിരിയാണ് നമുക്ക് വന്നത്, അത് വഷളത്തരാന്ന് നമുക്ക് അറിയാം, അതുകൊണ്ടാണ് നമ്മൾ ചിരിച്ചത്. ഇന്നതൊരു പ്രശ്നമുള്ള കാര്യമില്ലല്ലോ. എഗെയിൻ ഞാനെതിരല്ല, നിങ്ങൾ എന്താച്ചാ ചെയ്തോ. പക്ഷേ എന്നിട്ട് നിങ്ങൾ മദർ തെരേസയും മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. കാരണം അവർ രണ്ടും എന്താണെന്നുള്ളതിനെ പറ്റി ചെറിയൊരു ധാരണ, വലുതായിട്ടില്ല, ചെറിയൊരു ധാരണ എനിക്കുണ്ട്. നിങ്ങൾ വൃത്തിയോട് കാണിച്ചോ. ഞാൻ നിങ്ങളെ നന്നാക്കാനോ ഉപദേശിക്കാനോ അതൊന്നും എൻ്റെ പണിയല്ല. കാരണം ഞാൻ വളരെ നല്ലൊരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലല്ലേ വേറൊരാളെ ഞാൻ നന്നാക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ വൃത്തികേട് കാണിക്കുകയും ചെയ്തിട്ട് ഞാനൊരു സംഭവം ഒന്നും പറഞ്ഞുകൊണ്ട് വരരുത്. പിന്നെ ഒരാളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവനെന്ത് യോഗ്യതയുള്ളതെന്ന് ആദ്യം ആലോചിക്കണം. ഈ മൈക്ക് ഇതെന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. ഒരു ഉദാഹരണത്തിന് ഇതുണ്ടല്ലോ ഇവിടെ, ഇതിനെക്കുറിച്ച് ഞാൻ ഘോരം പ്രസംഗിക്കുകയാണ്. ഞാൻ വിമർശനാത്മകമായിട്ട് പറയുകയാണ് ഈ മൈക്ക് പ്ലേസ് ചെയ്തതിനെ പറ്റിയിട്ട്, ഇതിൻ്റെ കേബിളിനെ പറ്റിയിട്ട്, മാറ്റതിനെ പറ്റി, മറിച്ചതിനെ പറ്റി. ഈ മൈക്ക് ഇവിടെ കൊണ്ടുവച്ചവനില്ലേ, അവൻ്റെ മനസ്സിൽ ഒറ്റ സംഭവമേ ഉണ്ടാവുള്ളൂ, യജാതി പൊട്ടൻസ്റ്റാ അല്ലേ. അവനവന് വിവരമുള്ള ഏരിയയിലേ സംസാരിക്കേണ്ട കാര്യമുള്ളൂ.
പക്ഷെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഭക്ഷണം കഴിച്ചോട്ടെ, റെസ്റ്റോറൻറ്റ് നടത്താൻ എന്തിനാ എന്നെ പഠിപ്പിക്കുന്നത്? റെസ്റ്റോറൻറ്റ് നടത്താൻ അറിയോ? എനിക്കറിയില്ല. പിന്നെന്തിനാ പഠിപ്പിക്കുന്നത്? വിമാനം പറത്താൻ അറിയോ? വ്ളോഗർ എന്ന നിലയിൽ എക്സ്ക്യൂസ് മീ, എന്ത് വ്ളോഗറാടോ? അല്ല, ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് വ്ളോഗർ ആയിരിക്കും. അതുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അതുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ മാത്രമല്ല, അമേരിക്ക, കാനഡ തുടങ്ങിയ പുണ്യ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഭക്ഷണത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ? ഞാൻ ഭക്ഷണത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ വ്ളോഗർ എന്നുള്ള നിലയിലാണോ? എന്നെ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് എത്ര കോടി രൂപ പേ ചെയ്തിട്ട് ആൾക്കാർ ഹയർ ചെയ്യുന്നതെന്ന് എനിക്കറിയോ? അറിയോ? ഈ 7 കൊല്ലത്തിനിടയിൽ എനിക്ക് എന്തായാലും 1 കോടി രൂപയെ കൂടുതൽ ഈ ആൾക്കാർ പേ ചെയ്തിട്ടുണ്ട്. എൻ്റെ 1 കോടി രൂപ ഒന്നും ആയിരിക്കില്ല. എന്തിനാ അവർ പേ ചെയ്യുന്നത്? ഞാൻ വ്ളോഗർ എന്നുള്ള നിലയിലാണ് ഭക്ഷണത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. നിങ്ങൾ ഓരോ കാര്യങ്ങൾ അസ്യൂം ചെയ്യും, നിങ്ങൾ തീരുമാനിക്കും ഇതാണ് സത്യമെന്ന്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു ഗോപുരം അങ്ങ് പണിയും. ഞാൻ വന്ന് ഊതുമ്പോൾ അത് ചീട്ട് കൊട്ടാരം പോലെ പൊളിയും. അതെൻ്റെ തെറ്റാണോ? നിങ്ങളോട് ആരും ഇതൊക്കെ പണിയാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? ഇല്ല. നിങ്ങൾ ഈ IPL കാണാറുണ്ടോ? IPL കാണാറുണ്ട്. ഇത് വലിയ കളിക്കാരുണ്ടല്ലേ? സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ IPL കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കളിക്കാരല്ലേ ഇവർ ഇപ്പോൾ ഗുജറാത്തിൽ, ചെന്നൈയിൽ, ഇവിടെയൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരില്ലേ? അത്ര ഹെവി ഷെഡ്യൂളല്ലേ? മിക്കവാറും നമ്മുടെ ഈ എയർ ഇന്ത്യയിൽ, ഇൻഡിഗോയിൽ അങ്ങനെയൊക്കെ അല്ലേ അവർ ട്രാവൽ ചെയ്യുക? സാധാരണ വിമാനത്തിലാണ്, പ്രൈവറ്റ് ജെറ്റിലൊന്നും അല്ലല്ലോ. നിങ്ങൾ ഈ എയർപോർട്ടിൽ ഈ ക്രിക്കറ്റ് താരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും വലിയൊരു ഹെഡ്സെറ്റ് ഉണ്ടാവും. ആക്ച്വലി ഇവിടെ എന്താ ഹെഡ്സെറ്റ് ഇല്ലാത്ത? നിങ്ങൾ പോഡ്കാസ്റ്റ് തീരെ പോരാട്ടോ. ശ്രീകാന്ത് വെട്ടിയാർ പറഞ്ഞേക്കണേ ഈ മൈക്കും ഈ സാധനവും വേണമെന്നാണ്. വിദ്യാഭ്യാസമില്ലാത്ത പിള്ളേർ പോഡ്കാസ്റ്റ് ഇറങ്ങിയേക്കണ്. ഇത് ശരിയല്ല, ഇത് ക്രിമിനൽ കുറ്റമാണ്. മറ്റേ സാധനം വേണം. എനിവേ, ഈ സാധനം തലയിൽ വെച്ചിട്ട് കണ്ടിട്ടില്ലേ? അവർക്ക് മൊബൈലിൽ സംസാരിക്കാനോ പാട്ട് കേൾക്കാനോ വീഡിയോ കേൾക്കാനോ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു മറ്റേ സാധനം വെച്ചാൽ പോരെ? ഇവരൊക്കെ വലിയ കാശുള്ള ആൾക്കാരല്ലേ? അവരുടെ കാശ് പോലും വേണ്ട അല്ലേ? അവർക്കൊരു ഹൈ എൻഡ് ഒരു ചെറിയ ഇയർ പീസ് വേണമെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏത് കമ്പനിയും ധൈര്യത്തിൽ കൊടുക്കില്ല. വലിയ ആൾക്കാരല്ലേ? എന്നിട്ട് അവരെന്തിനായിരിക്കും വലിയ ഹെഡ്സെറ്റ് വെച്ച് നടക്കുന്നത് എയർപോർട്ടിൽ? എന്താണ് എനിക്കറിയില്ല. ഈ സാധനം കപിൽ ശർമ്മയുടെ ഷോയിൽ, നെറ്റ്ഫ്ലിക്സിലാണ് ആ ഷോ, രോഹിത് ശർമ്മയാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. അതിൻ്റെ മുഴുവനായിട്ടല്ല, അതിൻ്റെ കുറേ എക്സ്റ്റൻഡഡ് വേർഷൻസും ഉണ്ട്. വേറെ പല സ്ഥലത്തും പറഞ്ഞത്, യേശുദാസിനെ എയർപോർട്ടിൽ കിട്ടിയാൽ ഒരാൾ പാട്ട് പാടാൻ പഠിപ്പിക്കും. സറൗണ്ടിങ്സിൽ നിന്നുള്ള, അതായത് യേശുദാസ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇൻഡിഗോ കയറാൻ വേണ്ടിയിട്ട്, ഇൻഡിഗോയിൽ വിമാനം കയറാൻ. നമ്മളും ഇൻഡിഗോയിൽ വിമാനം കയറാൻ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെ നമ്മൾ കംപ്ലീറ്റ് മ്യൂസിക് ശല്യപ്പെടുത്തുമൊന്നുമല്ല, ആധികാരികമായിട്ട് നമ്മൾ പഠിപ്പിക്കും. മ്യൂസിക്കിനെ കുറിച്ച് എനിക്കൊരു തേങ്ങ അറിയില്ല. പിണറായി വിജയനെ കിട്ടിയ കേരളം എങ്ങനെ ഭരിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കും. സച്ചിൻ ടെണ്ടുൽക്കർ കിട്ടിയ കവർ ഡ്രൈവ് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കും. രജനീകാന്തിനെ കിട്ടിയാൽ അഭിനയിക്കുന്നത് മാത്രമൊന്നുമല്ല, എങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർഡം നിലനിർത്താം എന്നുള്ള കാര്യത്തിൽ നമ്മൾ വിശദമായ ക്ലാസ് കൊടുക്കും. ഇനി അംബാനിനെ കിട്ടിയാൽ നമ്മളെങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പഠിപ്പിക്കും. ഇത് ഞാൻ അത്യാവശ്യം നന്നായി ട്രാവൽ ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം നമ്മുടെ മുഖം ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ സബ്ജക്റ്റ് നമ്മളെ പഠിപ്പിക്കും. അത് എവിടുത്തെ മെൻറ്റാലിറ്റിയാണെന്ന് എനിക്കറിയില്ല, ബട്ട് ദാറ്റ് ഈസ് ദ ട്രൂത്ത്. മെസ്സിനെ ഫുട്ബോൾ കളിക്കാൻ പഠിപ്പിക്കും. ഇവർ പലരും പ്രൈവറ്റ് ജെറ്റിൽ ട്രാവൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പ്രൈവസി അല്ല, ഇവർക്ക് പലർക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. രസമല്ലേ? പ്രത്യേകിച്ച് ടീം ഗെയിംസ് കളിക്കുന്നവരില്ലേ, അവർക്ക് എപ്പോഴും അവരെന്തിനാ ബസ്സിൽ പോണേ? അവർക്ക് 20 കാറിൽ പോയാൽ പോരെ? അല്ലേ? നമുക്കിപ്പോൾ നമ്മുടെ ഗോദ സിനിമയിൽ കിടിലൻ ഫിറോസ് എങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കാൻ വന്നത്? ജീപ്പിലല്ലേ? എല്ലാവരും ഫുള്ളായിട്ട് അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു സാധനം. അങ്ങനെയല്ലേ? ഇപ്പം എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു ടൂറ് പോകുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പല വഴിക്ക് അങ്ങനെയല്ലല്ലോ പോവുക.
ഒരു ഇതല്ലേ. അപ്പം ഇവർക്ക് താല്പര്യമുണ്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കണമെന്നും തമാശ പറയണമെന്നും. ഇവരൊക്കെ ചെറിയ കുട്ടികളല്ലേ, 20കളിലുള്ള ആൾക്കാരല്ലേ. നമുക്കവർ വലിയ ആൾക്കാരാണ്, പക്ഷെ അവരൊക്കെ കുട്ടികളാണ്. അവർ 20-21 വയസ്സുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുണ്ട് എന്ന് പറയുന്ന സഞ്ജു സാംസണ് പോലും വയസ്സത്രയായി, അത്രയല്ലേ ആയുള്ളൂ. അയാൾക്ക് 45 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. സഞ്ജു സാംസണൊക്കെ എത്ര തമാശ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അയാൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല എയർപോർട്ടിലിരുന്നിട്ട് എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട്. പക്ഷേ സഞ്ജു സാംസൺ എങ്ങനെ ഫീൽഡ് ചെയ്യണം, എങ്ങനെ ബോൾ ചെയ്യണം, പഠിപ്പിക്കാൻ തീർച്ചയായിട്ടും പഠിപ്പിക്കും. ഇത് കേട്ടോണ്ടിരിക്കേണ്ടിയും വരും. തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ? യേശുദാസിന് നമ്മൾ പാട്ട് പഠിപ്പിക്കാൻ പോയാൽ അദ്ദേഹം തിരിച്ചെന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് കേട്ട് സഹിക്കും. അദ്ദേഹം ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും തിരിച്ച് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പഠിപ്പിക്കുന്നവന് ഇല്ലല്ലോ. അപ്പം പിന്നെ എന്ത് ചെയ്യും? ഒറ്റ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ, എങ്ങനെയെങ്കിലും ഈ വിമാനം ഒന്ന് വന്നിട്ട് എന്നെയും കൊണ്ട് പോയിരുന്നെങ്കിൽ. ഇതാണ് പരിപാടി. ഞാൻ ഭക്ഷണത്തിനെ കുറിച്ച് പല കമൻസും പറഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു റെസ്റ്റോറൻറ്റ് ഓണർ ചെയ്യും, അയാളുടെ പേജിൽ പോയിട്ടോ അയാളുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ തൻ്റെ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ്, നെവർ ഡു ഇറ്റ് ഫോർ ഫ്രീ. പീപ്പിൾ പേ മീ ടു ഡു ദാറ്റ്. അപ്പോൾ നമ്മൾ ഹംഗ്രി മൃണാളിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ നേരം കൊണ്ട് സംവദിച്ചു. അപ്പോൾ വളരെ നന്ദി നമ്മുടെ ഇത്തരമൊരു പോഡ്കാസ്റ്റിലേക്ക് വന്നതിൽ, അതിഥിയായതിൽ. അപ്പോൾ വീണ്ടും മറ്റൊരു അതിഥിയുമായി പുതിയൊരു പോഡ്കാസ്റ്റ് സെഷനിൽ വീണ്ടും കാണാം.